അടക്കം വരാത്ത കേക്കച്ചൻ അടുത്ത പണിയുമായി ഇന്ന് രംഗത്ത്. ഇന്ന് i2 ന്യൂസ് പ്രേക്ഷകർക്കറിയാം, മിഷൻ 60യുടെ ആ 60 ദിനവും കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിന് നീതി തേടി മിഷൻ 250യുടെ 41ാം ദിനമാണ് ഇന്ന്. ഇത് തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, പല തരത്തിലുള്ള തരികടകളും നമ്പറുകളുമായി കേക്കച്ചനും സംഘവും വീണ്ടും വരും, കരുതിയിരിക്കുക എന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. അതിനകത്ത് പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല. ഇന്ന് ഏതാണ്ട് ഉച്ചയോടുകൂടി പുതിയ വാട്സാപ്പ് സന്ദേശവും ശബ്ദ സന്ദേശവും പുറത്ത് എന്നും പറഞ്ഞ് ചില മാധ്യമങ്ങൾ ഒരു ശബ്ദ സന്ദേശവും രാഹുലിന്റെ എന്ന് പറഞ്ഞ് ഒരു വാട്സാപ്പ് സന്ദേശവും ഒക്കെ വെച്ച് അലക്കി തുടങ്ങി. ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉദ്ദേശിച്ചത്ര ഗൗരവമായി കാര്യങ്ങളൊന്നും എടുത്തില്ലാത്തത് കൊണ്ട് തന്നെ ഇത് പുറത്തുവിട്ട കേക്കച്ചനും സംഘവും ഒക്കെ ഇപ്പോൾ റമ്മെടുത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, സങ്കടം തീർത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വിവരം. ജനങ്ങളെല്ലാം ഇതിനെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളഞ്ഞു. നിങ്ങളൊന്ന് ഓർക്കുക, എന്തുകൊണ്ടാണ്? ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. i2 ന്യൂസ് രാഹുലിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ക്യാമ്പയിൻ തുടങ്ങിയതിന്റെ കാരണം രാഹുല് പരിശുദ്ധനാണോ, രാഹുൽ നീതിമാനാണോ, രാഹുലിനെ വൈറ്റ് വാഷ് ചെയ്യാനോ ഒന്നുമായിരുന്നില്ല. രാഹുൽ പരിശുദ്ധനാണെന്നോ രാഹുൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നോ ഒന്നും ഞങ്ങൾ ഇല്ല എന്ന് പറയുന്നില്ല. എന്നാൽ രാഹുലിനെ ഒട്ടതിരിഞ്ഞ് ആക്രമിക്കുവാനുള്ള വളരെ സംഘടിതമായ ഒരു ആക്രമണമാണ് ഇത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് i2 ന്യൂസ് രാഹുലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്രകാരം ഒരു ക്യാമ്പയിൻ തുടങ്ങിയത്. മിഷൻ 60ക്ക് ശേഷം മിഷൻ 250യുടെ 41ാം ദിവസം പിന്നിടുമ്പോഴും ഇന്നുവരെ രാഹുലിനെ ഞങ്ങൾ വിളിക്കുകയോ രാഹുലോ രാഹുലുമായി ബന്ധപ്പെട്ടവരോ i2 ന്യൂസുമായി ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല. ഇപ്രകാരം ഒരു ക്യാമ്പയിൻ തുടങ്ങിയതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ഒരു സ്നേഹബന്ധത്തിലാണെന്ന് കരുതുക. അവരുടെ ആ ബന്ധം വളർന്ന് അതൊരു ശാരീരിക ബന്ധത്തിലേക്ക് കടന്നു എന്ന് കരുതുക. സ്വാഭാവികമായും നിരോധന മാർഗങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ കൺസീവ് ആകും. താല്പര്യമില്ലെങ്കിൽ അതുമായി പ്രൊസീഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അത് ടെർമിനേറ്റ് ചെയ്യും. ഇതൊക്കെ സർവ്വസാധാരണമായ കാര്യങ്ങളാണ്, പുതുമയുള്ള കാര്യങ്ങളൊന്നുമല്ല. എന്നാൽ അപ്രകാരം ഇതിനെക്കുറിച്ച് തുടക്കം മുതൽ തന്നെ രാഹുലിനെ പ്രതിസ്ഥാനത്താക്കിയതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ നമ്മുടെ രാഷ്ട്രീയക്കാരന്മാർ പെണ്ണുപിടി കേസുകളിൽ പിടിക്കപ്പെടുമ്പോൾ അല്ലെ ആരോപണങ്ങൾ വരുമ്പോൾ ഇവന്മാർ എടുത്ത വായിൽ തന്നെ അതിനെ നിഷേധിക്കും. കൃത്യമായ തെളിവുകളടക്കം FIR അടക്കം റിമാൻഡിൽ പോയ പ്രതികളടക്കം ഇപ്രകാരം ആരോപണം വന്നപ്പോൾ അവർ ശക്തമായി അതിനെ നിഷേധിച്ചു. പക്ഷെ രാഹുലിന്റെ വിഷയത്തിൽ രാഹുൽ തുടക്കം മുതൽ രാഹുലിനെ ഇവർ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, രാഹുൽ ഇതുവരെ ഈ ഒരു വിഷയത്തിൽ ഇപ്രകാരം ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വരുമ്പോൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ വന്നപ്പോൾ അതിനെതിരെ രാഹുൽ അതിനെ നിഷേധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിന് കൃത്യമായ കാരണവും അദ്ദേഹം പറയുന്നുണ്ട്. വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം. ഒരു കാര്യം ഓർക്കണം, കഴിഞ്ഞ ഓഗസ്റ്റ് 20-നാണ് രാഹുലിനെതിരെ ആദ്യമായി ഇപ്രകാരം ഒരു ആരോപണം മുട്ടൽ മരമുറി കൊള്ളക്കാരന്മാർക്ക് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ് ഈ തേങ്കണി കേക്കച്ചൻ ഇട്ടുകൊടുത്തത്. നിങ്ങൾ ഓർക്കണം, അന്ന് മുട്ടൽ മരമുറി കൊള്ളക്കാരന്മാർക്ക് അതിനെ ഒരു എക്സ്ക്ലൂസീവായി ഇട്ടുകൊടുത്തു. ബാക്കിയുള്ളവർ ഏറ്റെടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആളുകൾക്കെല്ലാം മനസ്സിലായി ഇത് പണി കിട്ടിയതാണെന്ന് മനസ്സിലായി. എല്ലാവരും മാറി. ഇന്ന് നിങ്ങൾ ഓർക്കണം, ആ മുട്ടൽ മരമുറി കൊള്ളക്കാരന്മാർ ഈ ആസൂത്രണത്തിന്റെ ഒരു ഭാഗമാണ്. അന്നൊരു ചർച്ചയിൽ ഇരുന്നപ്പോൾ ആ മരം കൊള്ളക്കാരൻ ആ അഗസ്റ്റിൻ പറഞ്ഞു, ഞങ്ങളുടെ ഇതുപോലത്തെ 3-4 എണ്ണം എൻ്റെ നിക്കറിന്റെ പോക്കറ്റിൽ ഇരിപ്പുണ്ടെന്ന് ആ മണ്ടൻ അന്ന് വിളിച്ചു പറഞ്ഞത് ആരും മറന്നിരിക്കുവാനിടയില്ല. അതിൽ ഒരെണ്ണമാണ് ഇന്ന് വിട്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ആ മുട്ടൽ മരമുറി കൊള്ളക്കാരന്മാരുടെ ചാനലിലൂടെ അത് പുറത്തുവിട്ടില്ല? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ചിന്തിക്കണം, എന്തുകൊണ്ട് ഈ വിഷയം എക്സ്ക്ലൂസീവ് എന്നും പറഞ്ഞ് വളരെ ആർജവത്തോടുകൂടി ഈ വാർത്തയുടെ പല ആരോപണങ്ങൾ ഉന്നയിച്ച ഈ മരം കൊള്ളക്കാരന്മാർ എന്തുകൊണ്ട് ഇന്നത്തെ ഈ ശബ്ദ സന്ദേശം പുറത്തുവിട്ടില്ല?
അവന്മാർക്കൊരു എക്സ്ക്ലൂസീവ് അവർ കൊണ്ടുവന്നൊരു സ്റ്റോറിയല്ലേ. ഈ സാധനം ഇവരുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്ന ആ കള്ളൻ അഗസ്റ്റിൻ, ആ മരം കൊള്ളക്കാരൻ, ആ മുട്ടൽ മരമുറി കാട്ടുകള്ളൻ എന്തുകൊണ്ട് ഈ സാധനം ഇന്ന് മലയാളം 24 എന്ന ന്യൂസ് മലയാളം ചാനൽ എന്ന കേക്കച്ചന്റെ ബിനാമി ഫണ്ടോടുകൂടി പ്രവർത്തിക്കുന്ന അവന്മാർക്ക് ഇട്ടുകൊടുത്തു? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അതിന്റെ പിന്നിൽ പമ്മിയിരിക്കുന്നത് ഈ കള്ളൻ അഗസ്റ്റിനെ പോലെ തേൻകണി അജിത് കുമാർ അജന്താലയം എന്ന തേൻകണി അജിത്താണ് അതിന്റെ പിന്നിലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവന്റെ കള്ളപ്പണം കൊണ്ടാണ് ഈ ചാനൽ ആരംഭിച്ചത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ മുട്ടൽ മരമുറിക്കൊള്ളക്കാരന്മാർക്ക് ആദ്യമേ എക്സ്ക്ലൂസീവായി അത് കൊടുത്തു. അത് ആ തുടക്കത്തിൽ പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ പോലെ ഒരു ചെറുപ്പക്കാരൻ, ഒരു ആരാലും ശ്രദ്ധിക്കുന്ന ആരുടെയും ആരാധനാപാത്രമായ രാഹുലിനെ എതിരെ ഇപ്രകാരം ഒരു ആരോപണം വരുമ്പോൾ അത് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു, വളരെയേറെ വാർത്താ പ്രാധാന്യത്തോടെ ഇന്നും ഈ 100 ദിവസം പിന്നിടുമ്പോഴും ഈ വിഷയം ഇപ്പോഴും ഇത് ആളിക്കത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം രാഹുലിന്റെ ആ ജനപ്രതിനിധിയാണ്. ആ രാഹുലിനെ കുറിച്ചുള്ള ഒരു പരാമർശമാകുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെടും, ചർച്ച ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ അവർ അതിനെ ആളിക്കത്തിക്കുവാൻ നോക്കി. അത് പക്ഷെ പാളിപ്പോയി. ഇത് ഈ കേക്കച്ചൻ എന്ന് പറയുന്ന നെട്ടൂർ കേക്കച്ചൻ എന്ന് പറയുന്ന നാണം കെട്ടവൻ ഒരുക്കിയ തേൻകണിയാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയതോടുകൂടി അവന്മാർ, ആ മുട്ടിൽ മരമുറി കൊള്ളക്കാരന്മാർ ആ ഉദ്യമത്തിൽ നിന്നും മാറി അവന്മാരെ ഉപേക്ഷിച്ചിട്ട് അവന്മാരുടെ കയ്യിൽ കൊടുത്ത ആ മറ്റൊരു വീഡിയോ, ഒരു വോയിസ് ക്ലിപ്പ് അന്ന് എല്ലാം കൂടെ ഒരുമിച്ച് വിടാൻ ശ്രമിച്ചു. പക്ഷെ പാളിപ്പോയത് കൊണ്ട് അവന്മാർ വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ അവസരത്തിലെടുത്ത് അത് ന്യൂസ് മലയാളം എന്ന അജിത് കുമാർ അജന്താലയം എന്ന തേൻകണി അജിത്ത്, അറിയാമല്ലോ ശശീന്ദ്രനെ തേൻകണിയിൽപ്പെടുത്താൻ ശ്രമിച്ച അറസ്റ്റിലായ ആ കള്ളൻ, ആ മംഗളത്തിന്റെ മാനം കളഞ്ഞവൻ, മംഗളം ചാനൽ തൂക്കി വിറ്റിട്ട് ഇപ്പോൾ ഇതാ എറണാകുളത്ത് പോയി പമ്മിയിരുന്ന് ആ നടത്തുന്ന തേൻകണി അജിത്ത് ഇന്നിതാ ഉച്ചയ്ക്ക് അവന്റെ ആ നാറിയ ചാനലിലൂടെ രാഹുലിനെതിരെ അടുത്ത ആരോപണം എന്ന് പുറത്തുവിട്ടിരിക്കുകയാണ്. അത് ചീറ്റിപ്പോയി, അത് ഉദ്ദേശിക്കുന്ന ഫലം കണ്ടില്ല എന്ന് ഇവന്മാരുടെ ചാനലുകളിൽ വന്ന ആ കമന്റുകൾ നിങ്ങൾ നോക്കുക. ആ 100 ദിവസം പിന്നിടുമ്പോൾ ഇത് പാളിപ്പോയി എന്ന് മനസ്സിലായിട്ട് ഇന്ന് എന്തുകൊണ്ടാണ് ഈ കേക്കച്ചൻ ഇപ്രകാരം ഈ ഒരു പണി ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നലെ വളരെ ശക്തമായ, വളരെയേറെ മൂർച്ചയുള്ള ഭാഷയിൽ ITV ന്യൂസ് ഞങ്ങൾ ഇന്നലെ ജനങ്ങളുടെ പ്രതികരണമടക്കം ഈ കേക്കച്ചനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. എന്നാൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് ഇന്ന് കേക്കച്ചൻ ഈ അജിത് കുമാറിന്റെ ഈ നാറിയ ചാനലിലൂടെ ഇന്ന് ഇപ്രകാരം ഒരു നാറിയ ആരോപണം വിട്ടിട്ട് പമ്മി അവൻ പോയിരിക്കുകയാണ്, ഒന്നും അറിയാത്തതിനെ പോലെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, മിഷൻ 60യുടെ ആദ്യമേ ITV ന്യൂസ് ആദ്യത്തെ എപ്പിസോഡുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കാം. അന്ന് ഞങ്ങളൊരു കാര്യം പറഞ്ഞിരുന്നു, പിണറായിക്ക് 3ാം വട്ടവും തുടർഭരണം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആ ജട്ടി വിപ്ലവത്തിന്റെ അധ്യക്ഷനാണ് ഈ നാണംകെട്ട നെട്ടൂർ കേക്ക് നക്കി എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അതിനുള്ള ഏറ്റവും നല്ല ഉത്തമ ഉദാഹരണമാണിത്. നിങ്ങൾ ഓർക്കുക, ഈ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കലെത്തി നിൽക്കുമ്പോൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുമ്പോൾ, ഇത്രയും കലുഷിതമായ സമയത്ത് സ്വന്തം പാർട്ടിയിലെ മിടുക്കനായ നേതാവിനെതിരെ തൻ്റെ ഈഗോ വിജയിക്കുവാൻ വേണ്ടി, തൻ്റെ നാറിയ നിലപാട് ശക്തമാണെന്ന് കാണിക്കുവാൻ വേണ്ടി ആ നാണം കെട്ടവൻ ഈ സമയത്ത് തന്നെ ഈ സാധനം ചാനലിനെ പുറത്തുവിട്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതും ഇവന്റെ ബിനാമി ചാനലിലൂടെ അത് പുറത്തുവിട്ടു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അന്നേരം ഇവന്റെ ആ പ്രസ്ഥാനത്തോടുള്ള സ്നേഹം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിണറായി വിജയനെ സഹായിക്കുവാൻ വേണ്ടി നമുക്കറിയാം, ശബരിമല സ്വർണ്ണക്കൊള്ള, പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വിട്ടു, വാസുവിനെ വിട്ടു, കടകംപള്ളിയിലേക്ക് SIT എത്തിക്കൊണ്ടിരിക്കുന്നു. ആ സമയം വളരെ തന്ത്രപരമായി ഇവന്മാർക്ക് ഒരു ശ്രദ്ധ തിരിക്കണമെങ്കിൽ പറ്റിയ ഒരു സബ്ജക്റ്റ് വേണം. മറ്റേത് സബ്ജക്റ്റ് വിളിച്ചാലും കാര്യമാക്കത്തില്ല. എന്നാൽ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഇട്ടുകൊടുത്താൽ, രാഹുലിനെ ചൊറിഞ്ഞാൽ അത് ശ്രദ്ധിക്കപ്പെടും. അത് ചാനലുകൾ മറ്റൊന്നുമല്ല, അത് ജനങ്ങൾ കാണുകയും ചർച്ച ചെയ്യുകയും മാക്സിമം ഷെയർ ചെയ്യപ്പെടുകയും എന്നതുകൊണ്ട് തന്നെ അത് വളരെ ഒരു ചൂടുള്ള വാർത്തയായി മാറും. അതുകൊണ്ട് ഈ ഇടതുപക്ഷത്തിന് അവരെ ഈ സ്വർണ്ണക്കൊള്ളയിൽ നിന്നും ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി ഈ നാറിയ നെട്ടൂർ കേക്കച്ചൻ, ഈ താരകപ്പെണ്ണിന്റെ പാവാട പൊക്കാൻ പോയ ഈ നെട്ടൂർ കേക്കച്ചൻ എന്ന് പറയുന്ന കേക്ക് തീനി ഇന്ന് ഇവൻ ഇട്ടുകൊടുത്തതാണ് ഈ മലയാളം ന്യൂസ് ചാനലിന് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് മരമുറിക്കൊള്ളക്കാരന്മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് എറിക്കത്തില്ല എന്നറിയാവുന്നത് കൊണ്ടാണ് ഇപ്രകാരം ന്യൂസ് മലയാളത്തിനും തൊട്ടു പിന്നാലെ മാതൃഭൂമിക്കും ഈ 2 മാധ്യമങ്ങളിൽ വന്നു കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവരെല്ലാം, കാരണം ഇത്
രാഹുലുമായി ബന്ധപ്പെട്ട വിഷയമാകുമ്പോൾ ആളുകൾ കാണുമെന്നുള്ളത് കൊണ്ട് ബാക്കിയുള്ള മാപ്പറുകളും ഇത് ഏറ്റുപിടിച്ച് കത്തിക്കുവാൻ ശ്രമിച്ചു. എങ്കിലും ആ വാർത്തകളുടെ എല്ലാം അടിയിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ പോയി നോക്കുക. i2 ന്യൂസിന് താഴെയല്ല, നിങ്ങൾ ബാക്കിയുള്ള മാധ്യമങ്ങളുടെ താഴെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കമന്റുകൾ വന്നിരിക്കുന്നത് ഇത് ഈ സ്വർണ്ണക്കൊള്ളയിൽ നിന്നും ഇടതുപക്ഷത്തെ രക്ഷിക്കുവാൻ വേണ്ടി ചെയ്ത പണിയാണ് എന്ന് പറയുന്നു. അത് ചെയ്തത് ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് മിഷൻ 60യുടെ തുടക്കത്തിൽ i2 ന്യൂസ് പറഞ്ഞത്. ഈ ജട്ടി വിപ്ലവത്തിന്റെ ഒരു അടിപ്പാവാടയോ ഒരു പാൻറ്റീസോ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഭരണം അട്ടിമറിക്കുക എന്ന ആ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നാണം കെട്ടവൻ, ഉമ്മൻചാണ്ടിയെ നശിപ്പിച്ചവൻ, 2016 കോൺഗ്രസിന് ഭരണം നശിപ്പിച്ചവൻ, ഇവൻ വീണ്ടും ഇതായി ഇറങ്ങിയിരിക്കുകയാണ് ഒരു അടിപ്പാവാടയുമായി. അതുകൊണ്ടാണ് ഇവനെ ഞങ്ങൾ അടിപ്പാവാട നെട്ടയുഷൻ ഈ കേക്കച്ചൻ എന്ന് വിളിക്കുന്നത്. അവനിപ്പോൾ ഇതാ ഒന്നോർത്ത് നോക്കുക, ശത്രുക്കൾ പോലും ചെയ്യാത്ത പണിയാണ്. പ്രത്യേകിച്ച് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 തവണയായി കരക്കിരിക്കുകയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു മിന്നും വിജയം നേടിക്കഴിഞ്ഞാൽ അത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഇൻഡിക്കേറ്ററാണ്. അപ്രകാരം ഒരു സുവർണാവസരം മുന്നിൽ നിൽക്കുമ്പോൾ ഈ അവസരത്തിൽ തന്നെ ഇവൻ തൻ്റെ നിലപാട് ശക്തമാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ഈ തേൻകണി ഒരുക്കിയവൻ തന്നെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു ഘട്ടം എത്തിയപ്പോൾ, 100 ദിവസം എത്തിയപ്പോൾ BJP ഒതുങ്ങി, CPM ഒതുങ്ങി. അതുപോലെ തന്നെ രാഹുൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു എതിർ നിലപാടെടുത്തു കഴിഞ്ഞാൽ പൊതുജന വികാരം എതിരാകുമെന്നത് കണ്ടാണ് CPM അവർ പ്രഖ്യാപിക്കുക തന്നെ. പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞു, രാഹുലിനെ ഞങ്ങൾ പിന്തുടരില്ല, അയാളെ ഞങ്ങൾ ചേസ് ചെയ്യില്ല, അയാളുടെ പിന്നാലെ പോവില്ല എന്ന് ഗോവിന്ദൻ പറഞ്ഞു. അതുപോലെ തന്നെ ശിവൻകുട്ടിയും അപ്രകാരം ഒരു നിലപാടെടുത്തിരുന്നു. എന്തുകൊണ്ടാണ്? രാഹുലിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ? അല്ല. രാഹുലിനെ ആക്രമിക്കുവാൻ ശ്രമിച്ചാൽ അത് പൊതുജന വികാരം എതിരാകുമെന്ന് അവർ മനസ്സിലാക്കി. അപ്പോഴും ഈ നെട്ടൂർ കേക്കച്ചൻ എന്ന് പറഞ്ഞ നാണം കെട്ടവൻ, ഈ പെട്ടി ഈഗോയിസ്റ്റ്, അവൻ എൻ്റെ നിലപാടെന്നും പറഞ്ഞു നിന്നു. ഈ 100 ദിവസമായിട്ടും ജനങ്ങൾ ചോദിച്ചു തുടങ്ങി നിന്റെ നിലപാട് എന്ത് നിലപാടാണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നീ പറയുമ്പോഴും അവൻ ആ നിലപാടിനെ ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ കേക്കച്ചൻ ഇന്ന് ഇപ്രകാരം ഒരു പണി ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ BJP മുട്ടുമടക്കിയപ്പോഴും ഇടതുപക്ഷം മുട്ടുമടക്കിയപ്പോഴും കേക്കച്ചൻ എന്ന് പറയുന്ന നാണക്കെട്ടവൻ തൻ്റെ നിലപാടെന്നും പറഞ്ഞ് ഇവൻ പിന്നോട്ട് പോകാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ സാധനങ്ങളെല്ലാം രാഹുലിനെ കൊടുക്കുവാനുള്ള ഈ തേങ്കണി ഒപ്പിച്ചത് ഈ കേക്കച്ചനാണ്. ഇവൻ ഓരോ ഘട്ടത്തിലും ഓരോ മാധ്യമങ്ങൾക്കും ഇതെടുത്ത് വിതറിക്കൊടുക്കുന്നു. ആദ്യമേ മുട്ടിൽ മരമുറിക്കൊള്ളക്കാരന്മാർക്ക് കൊടുത്തു, ഇപ്പോൾ ഇതാ ഇവന്റെ ബിനാമി ചാനലിന് ഇപ്പോൾ ഇട്ടുകൊടുത്തു. അതേസമയം ഇവന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇന്ന് ഇത് വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. കാരണം സംശയിക്കും, ഇപ്രകാരം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ലൈവിൽ ഞങ്ങൾ എടുത്തിട്ട് അലക്കുമെന്നത് അറിയാവുന്നത് കൊണ്ടാണ് ഇവന്റെ ആ ബിനാമി ഒരു ഓൺലൈൻ ചാനൽ തിരുവനന്തപുരത്ത് നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊരു പരാമർശം പോലും ഈ നിമിഷം വരെ വന്നിട്ടില്ല. കാരണം അത് ആരും സംശയിക്കാതിരിക്കുവാൻ വേണ്ടിയാണ് അവൻ ആ പണി അത് ചെയ്തത്. പക്ഷേ തേൻകണി അജിത്തിന്റെ ചാനലിൽ മംഗളത്തെ പൂട്ടിച്ച ശശീന്ദ്രനെ തേൻകണിയിൽ കൊടുക്കാൻ നോക്കിയ ആ തേൻകണി എക്സ്പേർട്ടിന് തന്നെ ഈ തേൻകണി കേക്കച്ചൻ ഈ സാധനം ഇട്ടുകൊടുത്തു. ഇവൻ അങ്ങനെ ഇവന്റെ കയ്യിൽ ഇതുപോലത്തെ ഈ ക്ലിപ്പുമായിട്ട് ഇവനിരിക്കുകയാണ് രാഹുലിനെ. ഇവനെ അന്നേരം ഇവന് കൃത്യമായ ഇവന്റെ ബോധ്യം എന്ന് പറയുന്നത് ഇവന്റെ കയ്യിലുള്ള ഈ സാധനം വെച്ചുകൊണ്ട് മാത്രമാണ് രാഹുലിനെ ഇവൻ തിരികെ എടുക്കാതിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഇതിന്റെ ഉദ്ദേശം മനസ്സിലാക്കണം. ഞങ്ങൾ ആ തുടക്കം മുതലേ പറയുന്നുണ്ട്, രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. രാഹുൽ അപ്രകാരം തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് തെളിവുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. പക്ഷേ തെളിവ് എവിടെ? ഇന്ന് 100 ദിവസങ്ങൾ പിന്നിടുന്നു. 5 പേർ വഴിയെ പോയ ആരോ 5 പേർ ഓൺലൈനായി DGPക്ക് പരാതി കൊടുത്തു, രാഹുലിനെതിരെ നടപടിയെടുക്കണം. ആ പരാതിയുടെ പേരിൽ രാഹുലിനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തു. പക്ഷേ ഇതുവരെ ഒരു തെളിവോ കേസുമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാനോ സാധിച്ചിട്ടില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇപ്രകാരം ഒരു പ്രശ്നം വരുമ്പോൾ സാധാരണഗതിയിൽ എന്താണ് ചെയ്യുന്നത്? ഒരു സ്ത്രീക്ക്, ഒരു പെൺകുട്ടിക്ക്, ഒരു പുരുഷനിൽ നിന്നും ഒരു ലൈംഗിക പീഡനമേറ്റ് വാങ്ങേണ്ടി വന്ന ഒരവസ്ഥയുണ്ടായാൽ, അതല്ലെങ്കിൽ ഒരു ദുരനുഭവം ഉണ്ടായാൽ അവർ എന്താണ് ചെയ്യുന്നത്? അവർ ഓടിപ്പോയി മാധ്യമങ്ങളുടെ മുന്നിൽ മുഖം കാണിക്കാതെ അവർ വോയിസ് ഇട്ട് കൊടുക്കുകയാണോ ചെയ്യുന്നത്? അതോ എനിക്ക് ഇപ്രകാരം ഇന്ന വ്യക്തിയിൽ നിന്നും ഒരു പീഡനം ഏൽക്കേണ്ടി വന്നു, അതല്ലെങ്കിൽ ഒരു വിശ്വാസവഞ്ചനയുണ്ടായി, എന്നെ ചതിച്ചു, അവർ രേഖാമൂലം തെളിവുകളടക്കം ഇവിടെ ഒരു നിയമസഭ സംവിധാനമുള്ള നിയമവാഴ്ചയുള്ള ഒരു രാജ്യമാണ്. ആർക്കും ഏതൊരു പൗരനും
ഇന്ന് 0 FIR സംവിധാനമായതുകൊണ്ട് വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് ഏത് പോലീസ് സ്റ്റേഷനും തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനും ഇത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പോലീസുകാർ ഇത് കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലേക്ക് FIR ഇടും, കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുക്കും. അവർ വീട്ടിൽ വന്ന് ഇരയുടെ വീട്ടിൽ വന്ന് മൊഴിയെടുക്കും. അപ്രകാരം ഒരു സംവിധാനമുള്ള ഈ നാട്ടിൽ ഈ 100 ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഈ ആരോപണം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ഈ ശബ്ദരേഖ വിട്ട് കളിക്കുന്നവൾ എന്തുകൊണ്ട് പോലീസിന് പരാതി നൽകുന്നില്ല? അവളുടെ ഉദ്ദേശം എന്താണ്? ഞങ്ങളുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇപ്രകാരം ഒരു ദുരനുഭവം ഉണ്ടായാൽ അവർ ആദ്യമേ അത് പോലീസിനല്ലേ കൊടുക്കേണ്ടത്? പോലീസിന് അപ്രകാരം ഒരു പരാതി കൊടുത്തു, തെളിവ് കൊടുത്തു, രാഹുലിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ രാഹുലിനെ ഏറ്റവും ആദ്യം വിമർശിക്കുന്നത് ഞങ്ങളായിരിക്കുമെന്ന് തുടക്കം മുതൽ തന്നെ ഞങ്ങൾ പറയുന്നുണ്ട്. എന്തുകൊണ്ട് ITV ന്യൂസ് ഈ വിഷയത്തിൽ ഇത്രയും ശക്തമായി പ്രതികരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയുന്ന വീണ്ടും വീണ്ടും പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഒരു അശരീരി മുഖമില്ലാത്ത ഒരു ശബ്ദം, ഇപ്രകാരമുള്ള ശബ്ദരേഖ ആർക്കും ഉണ്ടാക്കാം. അത് സത്യമാണെന്ന് വെക്ക്, അത് രാഹുലിന്റെ ശബ്ദമാണെന്ന് തന്നെ വെക്കുക. എന്തുകൊണ്ട് ഇവർക്ക് പരാതിയുമായി ഇപ്രകാരം ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് രാഹുലിനെ വ്യക്തിഹത്യ ചെയ്യുക, രാഹുലിനെ രാഷ്ട്രീയമായി നശിപ്പിക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്രകാരം ഒരു മുഖമില്ലാത്ത ഒരു അശരീരി വെച്ച്, അതല്ലെങ്കിൽ വാട്സാപ്പ് ചാറ്റ് വെച്ച്. ഇപ്പം ഞങ്ങൾക്കൊക്കെ എതിരെ ഓരോ പോലീസ് സ്റ്റേഷനുകളിൽ എത്രയോ സ്ത്രീകളുടെ വരെ പേരുകൾ വെച്ചുകൊണ്ട് വ്യാജ പരാതികൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ കൃത്യമായ സ്ക്രീൻഷോട്ട്, ഫോട്ടോയും വാട്സാപ്പ് സ്ക്രീൻഷോട്ടും വ്യാജമായി ഉണ്ടാക്കി അതിൽ വ്യാജ സന്ദേശങ്ങൾ വെച്ച് അതിൻ്റെ സ്ക്രീൻഷോട്ട് വെച്ച് പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ അതൊക്കെ കള്ളത്തരമാണെന്ന് തെളിഞ്ഞതുകൊണ്ട് യാതൊരു നടപടികളിലേക്കും പോയില്ല. ഇന്ന് നിലവിലുള്ള സാങ്കേതിക വിദ്യ വെച്ച് എന്തും ചെയ്യാം. പക്ഷേ ഇപ്രകാരം ഒരു അശരീരിയുമായി ഈ 100 ദിവസം എന്തുകൊണ്ടാണ് ഇവർ മിണ്ടാതിരിക്കുന്നത്? ഇവരുടെ ലക്ഷ്യം എന്താണ്? രാഹുലിനെ നശിപ്പിക്കുകയാണോ? രാഹുലിനെ തേജോവധം ചെയ്യുകയാണോ? രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കുകയാണോ? അതോ രാഹുലിനെ ആത്മഹത്യ ചെയ്യിക്കുകയാണോ? എന്താണ് ഇവരുടെ ലക്ഷ്യം? ഈ കേക്കച്ചൻ എന്ന് പറഞ്ഞ ഈ നാണം കെട്ടവന്റെ കയ്യിൽ കിടക്കുന്ന ഇവൾ, ഈ തേൻകണി കേക്കച്ചൻ, ഈ നെട്ടൂർ കേക്കച്ചൻ എന്ന് പറയുന്നവൻ, ഉമ്മൻചാണ്ടിയെ സരിതയെ വെച്ച് നശിപ്പിക്കാൻ നോക്കിയവൻ, താരകേശന്റെ ഭാര്യയെ പ്രാപിച്ചവൻ, വിമർശിക്കുന്നവനെ കൊട്ടേഷൻ കൊടുക്കുന്ന ഈ നാണം കെട്ടവൻ ഇന്ന് ഗത്യന്തരമില്ലാതെ പിണറായിക്ക് മൂന്നാമതും തുടർഭരണം ഉണ്ടാക്കുവാൻ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പിണറായിയുടെ അനുചരന്മാരെ അറസ്റ്റ് ചെയ്യുമ്പോൾ ചങ്ക് തകരുന്നത് മറ്റാർക്കുമല്ല, ഈ നാണം കെട്ട പറവൂരിലെ ഈ നെട്ടൂർ നാണം കെട്ടവനാണ്. ഇവൻ അവരെ രക്ഷിക്കുവാൻ വേണ്ടി, ആ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുവാൻ വേണ്ടി, നിങ്ങൾ ഓർക്കണം, ഈ സമയത്ത് തന്നെ ഒരു തേൻകണിക്കാരന് ഇട്ടുകൊടുത്തു. അവൻ്റെ തേൻകണിക്കാരൻ്റെ ആ തേൻകണി ചാനലിൽ ഇന്ന് ഇപ്രകാരം ഒരു അശരീരി ഇട്ടു. ഞങ്ങൾ പറയുന്നത്, നിനക്കൊക്കെ ഉറപ്പുണ്ടെങ്കിൽ, തെളിവുണ്ടെങ്കിൽ പോലീസിൽ പരാതി കൊടുക്കുക, നിയമപരമായി നേരിടുക. ഇത്തരം നാണം കെട്ട നാരിത്തരവുമായി ദയവ് ചെയ്തിറങ്ങരുത്. ഒരു യുവനേതാവിൻ്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കുവാനുള്ള ഈ ശ്രമത്തെയാണ് ITV ന്യൂസ് ശക്തിയുക്തം എതിർക്കുന്നത്. അതുകൊണ്ട് തന്നെ മിഷൻ 250 ഞങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും. ഇന്ന് മിഷൻ 250യുടെ 41ാം ദിനം. ഇന്നും ഞങ്ങൾ രാഹുലിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നു. കാരണം ഈ 100 ദിവസമായിട്ടും ഈ അശരീരി അല്ലാതെ ധൈര്യമുണ്ടെങ്കിൽ പുറത്തു വരൂ, നിങ്ങൾ പരാതി കൊടുക്കൂ. രാഹുൽ തെറ്റുകാരനാണെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യൂ. രാഹുലിനെ ഞങ്ങൾ അന്നു മുതൽ വിമർശിച്ചു തുടങ്ങും. പക്ഷേ ഈ നാണംകെട്ട ഈ നെട്ടൂർ കേക്കച്ചൻ, ഈ അടിപ്പാവടയും പാൻറ്റീസുമായി തെരഞ്ഞെടുപ്പ് സമയത്ത് വരുന്ന ഈ നാണംകെട്ടനെ ജനങ്ങൾ തിരിച്ചറിയുക. ഈ നാണംകെട്ടനെ തിരിച്ചറിയുക. പ്രേക്ഷകരെ, ഞങ്ങൾ ഒന്നുകൂടെ ആ അശരീരി നിങ്ങളെ കേൾപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. അപ്രകാരം ഒരു മെന്റൽ ട്രോമയിലിരിക്കുന്ന ഒരു സ്ത്രീ, അവൾ കൃത്യമായ ഇവനെ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി, അത് യഥാർത്ഥ വോയിസോ ശബ്ദമാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, അവനെ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ കോൾ റെക്കോർഡ് ചെയ്യുന്നു. പിന്നീട് അവർ ഏത് കോണ്ടസ്റ്റിലാണ് ഇത് സംസാരിച്ചത്, അത് സത്യമാണെങ്കിൽ, രണ്ടുപേർ തമ്മിൽ സംസാരിക്കുന്ന ഏത് കോണ്ടസ്റ്റിലാണെന്ന് നമുക്കറിയത്തില്ല. അത് അവിടുന്നും ഇവിടുന്നും കട്ട് ചെയ്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, കട്ട് ചെയ്ത് ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തുള്ള ഒരു ശബ്ദമാണ് കേൾപ്പിക്കുന്നത്. അന്നേരം അതിൻ്റെ ആദ്യം എന്താണെന്നോ, ഏത് സാഹചര്യത്തിലാണ് സംസാരിച്ചതെന്നോ, എന്താണ് സംസാരിച്ചെന്നോ, അതുമായിട്ട് ഇത് ആരോട് സംസാരിച്ചതാണെന്നോ ഒന്നുമില്ല.
അന്നേരം ഇത് കൃത്യമായി ഇത് എഡിറ്റ് ചെയ്ത് ആ വോയിസിനെ മാറ്റി മുൻപ് കൊടുത്ത വേറൊരു ശബ്ദമായിരുന്നു, ഇന്ന് കൊടുത്തത് വേറൊരു ശബ്ദത്തിലാണ് ഇവർ വിട്ടേക്കുന്നത്. അന്നേരം ഇതിൻ്റെ അർത്ഥം ഈ തേൻകണി, ഈ നെട്ടൂർ കേക്കച്ചൻ എന്ന് പറയുന്ന ഈ തേൻകണി, ഈ കൂട്ടിക്കൊടുപ്പുകാരൻ, ഇവൻ ഈ അശരീരി വെച്ച് ഈ രാഹുൽ രാഹുലിൻ്റെ ഭാവി നശിപ്പിക്കുക, അതോടൊപ്പം തന്നെ ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ ഇവൻ ദുബായിൽ പോയി അച്ചാരം മേടിക്കാൻ പോയ കഥ ഞങ്ങൾ ആദ്യമേ പറഞ്ഞിരുന്നു. ആ പങ്ക് പറ്റിയിട്ട് ഇതാ തെരഞ്ഞെടുപ്പായപ്പോൾ ഇടതുപക്ഷത്തിന് ഈ സ്വർണ്ണക്കൊള്ളക്കേസിൽ പരിക്ക് പറ്റും എന്ന് ഉറപ്പായപ്പോൾ ഇതാ ആ ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി കേക്കച്ചൻ ഇതാ അന്നും ഉമ്മൻചാണ്ടിക്ക് തുടർഭരണം ഉണ്ടാകുമെന്ന് ഉറപ്പായപ്പോൾ ആ പാർട്ടിയെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയത്, ഉമ്മൻചാണ്ടിയെ വിമർശിച്ചത് ഇവനായിരുന്നു. ഇന്നും ഇത് കണ്ടോ, ഈ ക്രൂഷ്യൽ സമയമായപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കലെത്തി നിൽക്കുമ്പോൾ ഈ ശബ്ദ സന്ദേശം ഇവന്റെ ബിനാമി ചാനലിന് ഇട്ട് കൊടുത്തുകൊണ്ട് ഈ നാണം കെട്ട പണി ചെയ്തു. എന്തിനു വേണ്ടി? അരിയാഹാരം കഴിക്കുന്ന ആർക്കും ഈ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഇത് ഒരു ബ്ലാക്ക് മെയിലിംഗ് ടാക്ടിക്സിന് വേണ്ടി തന്നെ ചെയ്തതാണെന്ന് മനസ്സിലാക്കാം. ഈ അജിത് കുമാർ അജന്താലയം എന്ന് പറയുന്ന നാണം കെട്ടവൻ ശശീന്ദ്രനെതിരെ ഒരു അഭിസാരികയെ ഓഫീസിലെടുത്ത് ട്രെയിൻ ചെയ്ത് വിളിപ്പിച്ച് എല്ലാം റെക്കോർഡ് ചെയ്ത് ഇവൻ അകത്ത് പോയി അറസ്റ്റിലായി പോയതാണ്. അതോടുകൂടി ഈ തേൻകണി പരിപാടിയിൽ മംഗളം ചാനൽ മുടിഞ്ഞ് മുണ്ടങ്കോലെടുത്ത് തൂക്കി വിറ്റു. ഇന്ന് ഒരു ശ്മശാനം പോലെ ഇന്ന് ആ സ്ഥാപനം തിരുവനന്തപുരത്ത് കിടപ്പുണ്ട്. ഈ ഒരു അനുഭവം കിട്ടിയിട്ടും ഈ നാണം കെട്ടവൻ പഠിച്ചിട്ടില്ല. അവൻ പമ്മി എറണാകുളത്ത് പോയി പമ്മി മുൻപിൽ വരാതെ അണിയറയിലിരുന്ന് ഇതാ വീണ്ടും തേൻകണി പരിപാടികൾ ഇവൻ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. അവന്റെ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് ഈ നാണം കെട്ടവനാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് തേൻകണി കേക്കച്ചന്റെ ഇന്ന് പുറത്തുവിട്ട ആ അശരീരി കേട്ടിട്ട് നമുക്ക് ഉടനെ തിരികെ വരാം. ഡോക്ടർ അറിയാം, അമ്മയ്ക്കൊക്കെ അറിയുന്ന ഡോക്ടറാണ്. എനിക്കൊരു പേടിയുണ്ട് അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. എനിക്കാകെ വയ്യാണ്ടിരിക്കുകയാണ്. വയ്യാണ്ടിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വൊമിറ്റിംഗ് ഉണ്ട്, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. എന്ത് ഡ്രാമ എന്നാണ് പറയുന്നത്? എനിക്ക് വയ്യാണ്ടിരിക്കാൻ ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഉറക്കെ വിളിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത്. എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക്. എന്താ പറയാ, സ്മെല്ലൊന്നും എനിക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്കിത് ആരോടും പറയാനും പറ്റുന്നില്ല. നിങ്ങൾ കുറേ പേരെ കണ്ടിട്ടുണ്ടാവും. എനിക്ക് എൻ്റെ കാര്യം മാത്രമേ എനിക്കറിയൂ. ആദ്യത്തെ ദിവസം അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചു. എന്തിനാണ് ഇങ്ങനൊരു മാറ്റം വരുന്നത്? ഇത് ആരുടെ പ്ലാനാണ്? എൻ്റെ പ്ലാനാണോ? ആർക്കാണ് കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാനാണോ? പിന്നെ നിങ്ങളെന്തിനാണ് ഈ ലാസ്റ്റ് മൊമെന്റിൽ ഇങ്ങനെ മാറുന്നത്? നിങ്ങളെന്തിനാണ് എന്നെങ്ങനെ കൊല്ല ചെയ്യുന്നത്? ഇങ്ങനെ എന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കല്ലേ ഇതിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ആരുടെ സഹായം ഇല്ലാതെ, ഒരു മനുഷ്യന്റെ സഹായം ഇല്ലാതെ അത് ചെയ്തു തരുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയാം, നിങ്ങൾ ഒരുപാട് മാറി. ഇങ്ങനൊന്നും ആയിരുന്നില്ല. പിന്നെ വേണമെന്ന് വാശി പിടിച്ചതാരാ? ഞാനാണ്. വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കാണ് വേണം എന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ പ്ലാനിങ് തന്നെ, എൻ്റെ ഇറങ്ങി വന്നപ്പോൾ മാപ്രകൾ കാത്തുനിന്നു. ഒരു ഗൂഢചിരിയോടെ ആ കേക്കച്ചൻ പറഞ്ഞ മറുപടി നമുക്ക് കാണാം. മാപ്രകളുടെ ചോദ്യത്തിന് കേക്കച്ചൻ ഒരു ഗൂഢചിരിയോടെ പറഞ്ഞ ആ മറുപടി കാണുക. ഞാൻ മീറ്റിങ്ങിലല്ലേ?
കണ്ടല്ലോ ആ കേക്കച്ചൻ്റെ ആ മറ്റേ ചിരിയും അവൻ്റെ ആ പ്രതികരണവും നിങ്ങൾ കണ്ടല്ലോ. അതിനകത്ത് തന്നെ എല്ലാം ഉണ്ട്. അന്നേരം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഈ സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, മുട്ടിൽ മരമുറി ഈ ആ കള്ളങ്ങാരൻ, ആ മാധ്യമ വ്യഭിചാരശാലയുടെ ആ വാർത്താ വ്യഭിചാരികൾ ആണ് ഒരു കൂട്ടര്. രണ്ട്, ന്യൂസ് 18. ഇതിൻ്റെയൊക്കെ മുതലാളിമാരാരാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ മാധ്യമ വ്യഭിചാരത്തിന് വേണ്ടി തന്നെ ഈ കള്ളപ്പണക്കാരന്മാരുടെ പണം കൊണ്ടുണ്ടാക്കിയ ഈ മാധ്യമ വ്യഭിചാരശാലകളിലെ ഈ മാധ്യമ വ്യഭിചാരികളാണ് ഇപ്രകാരമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഒന്ന്, 24-ലെ മാധ്യമ വ്യഭിചാരി. രണ്ട്, ന്യൂസ് 18-ലെ. അതുപോലെ തന്നെ 24 ന്യൂസ് 24. അതുപോലെ മലയാളം, ഇപ്പോൾ ന്യൂസ് മലയാളം എന്ന തേൻകണി അജിത് കുമാറിൻ്റെ ചാനൽ. ഇവന്മാരൊക്കെയാണ് ഇപ്രകാരമുള്ള ചോദ്യങ്ങൾ. ഇതെല്ലാം കൃത്യമായിട്ടും ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ കേക്കച്ചൻ എന്ന് പറഞ്ഞ നാണം കെട്ടവന്റെ പ്രസ് സെക്രട്ടറി ആയിട്ട് വെച്ചിരിക്കുന്നത് മാതൃഭൂമിയിലെ ഒരു വാർത്താ തൊഴിലാളിയായിരുന്ന CG കടക്കൽ. ഇവനാണ് പ്രസ് സെക്രട്ടറി. ഇവനാണ് ഇതിന്റെ സകല കോർഡിനേഷനും. കൃത്യമായി കേക്കച്ചൻ എപ്പോൾ ഇറങ്ങി വരുമെന്ന് പറഞ്ഞ് ഇവന്മാർ റെഡിയായി നിൽക്കും. ഇടതും വലതും നടുക്കുമായിട്ട് ഇവന്മാരും മറ്റേ കോലുമായിട്ട് നിൽക്കും. കേക്കച്ചൻ ഇറങ്ങി വരുമ്പോൾ ഇവന്മാർ ആ പ്ലാൻ ചെയ്ത ചോദ്യം കേക്കച്ചനോട് ചോദിക്കും. അന്നേരം അവൻ്റെ ആ ബൈറ്റ് എടുക്കും, ഇവർ തത്സമയം കൊടുക്കും. അന്നേരം ഇതുപോലുള്ള ഒരു മാധ്യമ സിൻഡിക്കേറ്റാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, മറ്റൊരു കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ നെട്ടൂർ കേക്കച്ചൻ ഇവനെതിരെ i2 ന്യൂസിൽ അഭിമുഖം തന്ന PS രാജേന്ദ്ര പ്രസാദിനെ ഇവനും സഹോദരനും ചേർന്ന് കൊട്ടേഷൻ കൊടുത്ത് കൊല്ലുവാൻ ശ്രമിച്ചു, തലക്കടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചു. അയാൾ ആശുപത്രിയിലാണ്. വധശ്രമത്തിനെതിരെ FIR ഇട്ടു. ആ FIR ഇട്ട വാർത്ത ഒരൊറ്റ മാധ്യമങ്ങളിൽ പോലും ഇതുവരെ വന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. സാധാരണഗതിയിൽ വെറുതെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തമ്മിൽ തല്ല്, ഒരു ചീത്തവിളി ഉണ്ടായാൽ പോലും വലിയ 2-3 കോളം വാർത്ത കൊടുക്കുന്നവർ പോലും ഇതൊന്നും അറിഞ്ഞില്ല. ഒരൊറ്റ മാധ്യമങ്ങൾ പോലും അത് വാർത്ത കൊടുത്തില്ല. അപ്പോൾ ഈ കേക്കച്ചൻ എന്ന് പറയുന്ന ഇവന്റെ കള്ളപ്പണം ഇറക്കി ഇവിടുത്തെ സകല മാധ്യമങ്ങളെയും വിലക്കെടുത്തിരിക്കുകയാണ്. ഇവന്റെ PR ഏജൻസി പറയുന്നത് അനുസരിച്ചിട്ടാണ് ഇവിടെ വാർത്തകൾ ഫ്രെയിം ചെയ്യപ്പെടുന്നത്. അതുപോലെ ഓരോ ദിവസത്തെയും വാർത്തകൾ രൂപപ്പെടുന്നത് ഇവൻ നിർദ്ദേശിക്കുന്നത് അനുസരിച്ചിട്ട് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ ഇന്ന് കൃത്യമായ ഈ ദിവസം ജനങ്ങളുടെ ശ്രദ്ധ പ്രത്യേകിച്ച് ശബരിമല കൊള്ള വിഷയത്തിൽ നിന്നും ഈ കോൺഗ്രസിന്റെ ഭരണപരാജയം, അതുപോലെ തന്നെ ഏറ്റവും നാണം കെട്ട അവസ്ഥ എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളുടെ, ഇവൻ മേയർ സ്ഥാനാർത്ഥിയുടെ, മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനാർത്ഥിയുടെ വരെ പത്രിക തള്ളിപ്പോയ അവസ്ഥ ഉണ്ടായി. ഒന്ന് വായിച്ചു നോക്കുവാൻ പോലും വിവരമില്ലാത്തവന്മാർ ഇവന്മാരുടെ ഈ നാണക്കേട് മറയ്ക്കുവാൻ വേണ്ടി, അതുപോലെ തന്നെ പിണറായിക്ക് വീണ്ടും ഇവൻ അഡ്വാൻസ് മേടിച്ചു കഴിഞ്ഞു, പിണറായിക്ക് വീണ്ടും തുടർഭരണം ഉണ്ടാക്കുവാൻ വേണ്ടി ഇവൻ ആരംഭിച്ച ജട്ടി വിപ്ലവത്തിൻ്റെ വിജയത്തിനു വേണ്ടി ഇതാ ഇടതുപക്ഷത്തിൻ്റെ സഹായത്തിനായി ശബരിമലയിൽ നിന്നും ആ ശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടി ഇന്ന് കാണിച്ച പണിയാണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവന്മാർ ഓർത്തു രാഹുലിനെതിരെ ഇപ്രകാരം ഒരു അശരീരി ഇറങ്ങിക്കഴിഞ്ഞാൽ രാഹുൽ പുറത്തിറങ്ങത്തില്ല, മുൻപ് സംഭവിച്ചതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ കഥ കടച്ച് ഒന്നെങ്കിൽ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ മിണ്ടാതെ വീടിനകത്തിരിക്കും എന്ന് കരുതിയവന്മാർക്ക് തെറ്റി. രാഹുൽ കൃത്യമായി ഇവന്മാർ ഇപ്രകാരം ഒരു അശരീരി വിട്ട ഉടൻ തന്നെ രാഹുൽ പുറത്തിറങ്ങി മാധ്യമങ്ങളെ കണ്ടു. അദ്ദേഹം കൃത്യമായി ഈ മാപ്രകളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. രാഹുലിന്റെ പ്രതികരണം കാണുക. ഇത് തന്നെയല്ലേ നിങ്ങൾ തിരിച്ചും മറിച്ചും കഴിഞ്ഞ് 3 മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പുതിയതായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഇത് തന്നെയാണ് നിങ്ങൾ തിരിച്ചും മറിച്ചും കഴിഞ്ഞ 3 മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ 3 മാസമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെ എനിക്കിന്നും പറയാനുള്ളൂ. ഒരന്വേഷണം നിങ്ങളുടെയൊക്കെ കൂടി താല്പര്യപ്രകാരം ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തോട് എല്ലാ രീതിയിലും സഹകരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ. ആ അന്വേഷണം മുന്നോട്ട് പോയതിന് ശേഷം അതിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തുടങ്ങാം. ഓഡിയോയും വാട്സപ്പ് ചാറ്റും രാഹുൽ തന്നെയാണ്. ഞാൻ ചോദിച്ചോട്ടെ, അതൊരു ശരിയായ മാധ്യമ രീതിയാണോ? നിങ്ങളൊരു സഹോദര ഞാൻ പറയട്ടെ, ക്രൈമല്ലേ? അപ്പൊ അത് ഓഡിയോ രാഹുലിന്റെ ആണോ എന്നുള്ള ഒറ്റ ചോദ്യമാണ്. കാരണം ഒരു സഹോദര അങ്ങ് വ്യഗ്രത കാണിക്കണ്ട. നിങ്ങൾ എൻ്റേതാണെന്നും പറഞ്ഞ് നിങ്ങളൊരു വോയിസ് കൊടുക്കുന്നു. ആ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്നോട് വിളിച്ചിട്ട്, സാധാരണ മാധ്യമപ്രവർത്തനം അങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ ഇതിങ്ങനെ ഒരു വോയിസ് ഞങ്ങളുടെ കിട്ടിയിട്ടുണ്ട്, ഈ വോയിസ് നിങ്ങളുടേതാണോ എന്ന് എന്നോട് ചോദിച്ചതിന് ശേഷം
നിങ്ങളത് കൊടുക്കുന്നതിനകത്ത് എനിക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഒരു വോയിസ് എൻ്റേതാണെന്നും പറഞ്ഞ് എൻ്റെ ചിത്രം ഉൾപ്പെടെ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അത് എന്നോട് എൻ്റേതാണോ എന്ന് ചോദിക്കുന്നതിൻ്റെ നടപടി സ്വീകരിക്കുന്നില്ല എന്തുകൊണ്ടാണ്? ഈ അങ്ങ് ചൂടാകണ്ട, നമ്മൾ വളരെ കൂളായിട്ട് പത്രസമ്മേളനം നടക്കുകയാണല്ലോ, ആ രീതി മതി, ആ ടോൺ മതി. അതായത് നിങ്ങളൊരു വോയിസ് കൊടുത്തു, ആ വോയിസ് കൊടുത്ത് പിന്നെ എൻ്റെ പാർട്ടല്ലേ, എൻ്റെ പാർട്ടിലുള്ള കാര്യം ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു. ഈ അന്വേഷണം മുന്നോട്ട് പോയതിന് ശേഷം ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്കെപ്പോഴാണോ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ളത് ആ സമയത്ത് ഞാൻ ആഡ് ചെയ്യുകയും എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശം ഈ രാജ്യത്തുണ്ടല്ലോ. ഈ രാജ്യത്ത് എനിക്ക് മുന്നോട്ട് പോകാൻ അവകാശമുള്ളിടത്തോളം കാലം ഞാൻ ആ അവകാശമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. ഞാൻ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ബോധ്യം, ഞാൻ ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമത്തിനെതിരായിട്ട് ഇന്നത്തെ ദിവസം വരെ ഒരു പ്രവൃത്തിയും, ഇതെന്നല്ല രാജ്യത്തെ നിയമത്തിനെതിരായിട്ട് ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഉത്തമമായ ബോധ്യമുള്ള ഒരു പൗരനെന്ന നിലയിൽ ഒരിക്കൽ കൂടി പറയുന്നു, ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിനെതിരായി എന്തെങ്കിലും ചെയ്തിട്ടില്ലാത്ത ഒരാളെന്ന നിലയിൽ എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശമുണ്ട്. ആ അന്വേഷണം നടക്കുകയല്ലേ? അല്ല, ആ അന്വേഷണം നടക്കുകയല്ലേ സഹോദര? നിങ്ങൾ ആ വോയിസ് എന്നാ പിന്നെ എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. അല്ല, എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. അല്ല, ഞാനത് പറഞ്ഞല്ലോ. നിങ്ങളിത് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളിത് എന്റേതാണെന്ന് പറഞ്ഞ് ആധികാരികമായി കൊടുത്തിട്ട് പിന്നെ എന്നോട് ചോദിക്കുന്നില്ല ഇത് നിങ്ങളുടെയാണോ ചോദിക്കുന്നില്ല. അതിന്റെ ആ ചോദ്യത്തിന്റെ അതാണോ അല്ലയോ അത്തരം കാര്യങ്ങൾക്കെല്ലാം ഇത് കഴിഞ്ഞു പോയിട്ടില്ലല്ലോ. ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറയുന്നുണ്ടല്ലോ, ആദ്യത്തെ ദിവസം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ പ്രതികരണത്തിൽ തന്നെ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, ഒരന്വേഷണം നടക്കുന്നുണ്ടല്ലോ ഇല്ലേ, ആ അന്വേഷണം പൂർത്തീകരിക്കട്ടെ. ആ അന്വേഷണം പൂർത്തീകരിച്ചിട്ട് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പിന്നീട് ഇപ്പോൾ നിങ്ങളുടെ ആക്ഷൻസ് ആണല്ലോ നടക്കുന്നത്, ആ അന്വേഷണം കൂടി കഴിയട്ടെ. അന്വേഷണം കൂടി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താണ് റിയാക്ട് ചെയ്യേണ്ടത്, എപ്പോൾ റിയാക്ട് ചെയ്യണം, എങ്ങനെയൊക്കെ നിയമപരമായി മുന്നോട്ട് പോകണമെന്ന് അത് തീരുമാനിക്കാനുള്ള അവകാശം ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പറയുമ്പോഴല്ലല്ലോ ഞാൻ വിശദീകരണം തരുന്നത്. അന്വേഷണം ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ അന്വേഷണം മുന്നോട്ട് പോകട്ടെ. അന്വേഷണത്തിൽ ഞാൻ തീരുമാനിച്ച അല്ലെങ്കിൽ ഞാനുമായി ബന്ധമുള്ള ആളുകൾ തീരുമാനിച്ച, നിയമവിദഗ്ധരുമായി ആലോചിച്ചപ്പോൾ തീരുമാനിച്ച ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടം കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തുടങ്ങും. അതുപോലെ തന്നെ പിന്നെ നിയമപരമായ കാര്യങ്ങളൊക്കെ, നിയമപരമായി എന്തെല്ലാം പോരാട്ടം വരാനിരിക്കുന്നു, എൻ്റെ ഭാഗത്തു നിന്നുള്ള എന്തെല്ലാം നിയമപരമായ പോരാട്ടം വരാനിരിക്കുന്നു, അതിനൊക്കെ സമയമുണ്ടല്ലോ. എന്തിനാ തിരക്ക് കൂട്ടുന്നത്? പുതിയതല്ലല്ലോ, നിങ്ങൾ തിരിച്ചും മറിച്ചും ഒരേ കാര്യം തന്നെയല്ലേ പറയുന്നത്. എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ഒരേ കാര്യം തന്നെയല്ലേ തിരിച്ചും മറിച്ചും. ഇപ്പൊ ഈ ഓഡിയോ വന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് ഇപ്പോൾ വന്നത്? അത് ആർക്കും മനസ്സിലാകാത്ത, ഇതാർക്കും ഗൂഗിളെ ഇതാർക്കും ഇനി അല്ല, ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ പറയുന്നത്? ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ പറയുന്നത്? ഞാൻ നിങ്ങൾക്കെതിരെ സഹോദര, ഞാൻ നിങ്ങൾക്കെതിരായിട്ട് അല്ല, ആ വ്യക്തത ഞാൻ വരുത്തുമെന്ന് പറഞ്ഞല്ലോ. ആ വ്യക്തത വരുത്തേണ്ടുന്ന സമയത്ത് ഞാൻ വരുത്തും. നിങ്ങൾ എന്നോട് ചോദിക്കാതെ, സാധാരണഗതിയിൽ ഞാൻ പഠിച്ചിട്ടുള്ള, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ആരെ പറ്റിയെങ്കിലും, ഇപ്പോൾ ഗൂഗിളിൻ്റെ ഇതെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും എൻ്റെ കയ്യിൽ കിട്ടി, അത് ഗൂഗിളിൻ്റെതാകാമാകാതിരിക്കാം, കിട്ടിക്കഴിഞ്ഞാൽ ആ ഗൂഗിളിൻ്റെ സേ കൂടി എടുക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മാധ്യമ പ്രവർത്തനം. ആ സേ എടുക്കാതെയല്ലേ നിങ്ങൾ ആധികാരികമായി എൻ്റേതാണെന്ന് പറഞ്ഞ് കൊടുക്കുന്നു. പിന്നെ എന്നോടെന്തിനാണ് ഇത് ചോദിക്കുന്നത്? ഇനി എൻ്റെ നിരപരാധിത്വം ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയിലാണ്, മാധ്യമ കോടതിയിലല്ല. നീതിന്യായ കോടതിയിൽ എൻ്റെ നിരപരാധിത്വം വളരെ കൃത്യമായി ഞാൻ ബോധ്യപ്പെടുത്തും. ബോധ്യപ്പെടുത്തിയതിന് ശേഷം എനിക്ക് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരുപാട് മാധ്യമങ്ങളുണ്ടല്ലോ, ഒരുപാട് സോഴ്സ്, മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ മാധ്യമ സ്ഥാപനമല്ല ഉദ്ദേശിച്ചത്, ഒരുപാട് മീഡിയ സോഴ്സസ് ഉണ്ടല്ലോ. ഞാൻ ജനങ്ങളോട് കൃത്യമായി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതൊരു അന്വേഷണം നടക്കല്ലേ ഗൂഗിളെ? അത് അന്വേഷണം നടക്കല്ലേ? ഞാൻ ആ അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിച്ചോ? എനിക്കെതിരായിട്ടൊരു അന്വേഷണം, ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെന്നേ. ആ അന്വേഷണം മുന്നോട്ട് പോയതിന് ശേഷം എൻ്റെ നിരപരാധിത്വം
ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിനെതിരായിട്ട് ഇന്നത്തെ ദിവസം വരെ ഈ 3 മാസമായിട്ടും ഒരു ശ്രമം പോലും നടത്തിയിട്ടില്ലല്ലോ. എപ്പം വേണമെന്നൊക്കെ ഞാനല്ലേ പക്ഷേ ഈ 3 മാസമായിട്ട് ഒരു ശ്രമം പോലും നടത്താതെ ഇപ്പൊ പ്രത്യേകിച്ചും ഒരു തെരഞ്ഞെടുപ്പ് സമയമാണ്. പാർട്ടിക്ക് കൂടി വലിയ രീതിയിൽ ഇത്തരത്തിൽ തുടർച്ചയായിട്ട് ഓടി വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഓടി വരുമ്പോൾ വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. എപ്പം വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ചോദ്യം അവിടെ തന്നെ നിൽക്കുകയല്ലേ? അല്ല, നിങ്ങൾ ചോദ്യം ചോദിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ. എപ്പം വ്യക്തത വരുത്തണം? ഒരു അന്വേഷണം നടക്കുകയാണ്, ആ അന്വേഷണത്തിൽ എപ്പോ വ്യക്തത വരുത്തണം എന്ന് ഞാൻ രാഹുൽ തന്നെയാണ് പറഞ്ഞത്. പാലക്കാട് വന്നപ്പോൾ ഒരു വിശദീകരണം ജനങ്ങളോട് നടത്തുമെന്ന് ഞാൻ വിശദീകരണം കൊടുക്കും. അത് റിപ്പോർട്ടർ ആവശ്യപ്പെടുമ്പോഴല്ലോ ഞാൻ വിശദീകരണം കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ പുതിയൊരു ഓഡിയോ വരുന്നു. പെൺകുട്ടി അസഭ്യം പറയുന്ന നിങ്ങളിത് ഒന്നാമത്തെ ദിവസം തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്ന്. നിങ്ങൾ പഴയ വാർത്തയൊക്കെ മറന്നുപോയതാ. ജനം പഴയ വാർത്ത മറന്നുപോയതാ. ജനം പഴയ വാർത്ത മറന്നുപോയതാ. ജനം ഒന്നാമത്തെ ദിവസം തൊട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ദിവസവും നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഇനി പുതിയതായിട്ട് എന്തെങ്കിലും ഈ ഓഡിയോ രാഹുലിന്റെ അല്ല, ഞാൻ കോടതിയിൽ പറഞ്ഞോളാം എന്ന് പറഞ്ഞല്ലോ. പിന്നെന്താ അങ്ങേക്ക് പ്രശ്നം? അങ്ങേക്ക് കോടതി വിശ്വാസം ഇല്ലേ? അങ്ങേക്ക് കോടതി വിശ്വാസം മാധ്യമങ്ങൾ തെറ്റായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതിന് സാഹചര്യം ഉണ്ടല്ലോ. ഇല്ലെന്ന് പറഞ്ഞു. അതിന് സാഹചര്യം ഉണ്ടല്ലോ. അത് എപ്പോ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ പുതിയ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരിക. നീതി തേടി മുഖ്യമന്ത്രിയെ കാണാൻ യുവതി തയ്യാറെടുക്കുന്ന എന്ന രീതിയിൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ആ തെളിവുകൾ വെച്ച് മുഖ്യമന്ത്രിക്ക് ഉടൻ തന്നെ ഒരു പരാതി കൈമാറും എന്നാണ് ഇപ്പോൾ യുവതി അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഈ രാജ്യത്ത് നടക്കുന്ന ഏതൊരു അന്വേഷണത്തോടും വളരെ പോസിറ്റീവായി തന്നെ ഞാൻ സഹകരിക്കും. ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ. ആ അന്വേഷണം മുന്നോട്ട് പോയതിന് ശേഷം എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള എൻ്റെ നിരപരാധിത്വം ഉണ്ടല്ലോ, എൻ്റെ നിരപരാധിത്വം. ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിന് വിരുദ്ധമായി ഞാനൊരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല എന്ന് ഉത്തമമായ വിശ്വാസമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ ആവർത്തിക്കുന്നു, ഞാൻ നിയമപരമായി പോരാട്ടം നടത്തും ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അതെപ്പോൾ നടത്തണം, എങ്ങനെ നടത്തണമെന്ന് ഞാൻ തീരുമാനിച്ചു. മാപ്രകളുടെ ആവേശം കണ്ടോ? പിണറായി വിജയനോട് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ എക്സാലോജിക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കാൻ ഇവൻ്റെയൊക്കെ വായിൽ നാക്ക് പൊങ്ങുമോ? ഇല്ല. ഇത്രയും ആവശ്യത്തോടെ ചോദ്യം ചോദിച്ച ആ മാപ്രകൾ ആരൊക്കെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മുട്ടൽ മരമുറി കൊള്ളക്കാരന്മാരുടെ മാധ്യമ വ്യഭിചാരികൾ, ന്യൂസ് 18, അതുപോലെ തന്നെ തേൻകണി അജിത് കുമാറിൻ്റെ വാർത്താ വ്യഭിചാരി തൊഴിലാളികൾ, ഇവന്മാരൊക്കെയാണ് സ്മാർത്ത വിചാരണ നടത്തുന്നത്. രാഹുലിൻ്റെ സ്ഥാനത്ത് വേറെ വല്ലവരുമാണെങ്കിൽ ഇവൻ്റെയൊക്കെ മുഖം അടിച്ച് പൊട്ടിക്കില്ലായിരുന്നു. എത്ര ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡോടുകൂടി, എത്ര സഹനശക്തിയോടുകൂടിയാണ് രാഹുൽ ഇത്രയും ദിവസം പ്രതികരിക്കുന്നത് എന്ന് നിങ്ങൾ കാണണം. രാഹുലിന് ഈ അവസ്ഥ ഉണ്ടാക്കിയത് ആരാണ്? ഈ കേക്കച്ചൻ എന്ന് പറയുന്ന നാണംകെട്ടവനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കോൺഗ്രസ്സുകാരോട് ഞങ്ങളൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇത് ഈ കോൺഗ്രസ്സുകാർ തന്നെ കൊളുത്തുവിട്ട ഒരു തേൻകണിയാണ് എന്നതിൻ്റെ ഏറ്റവും നല്ല ഉത്തമ ഉദാഹരണമാണ്. 100 ദിവസമാകാൻ പോകുന്നു ഈ വിഷയം. ഈ 100 ദിവസമായിട്ടും രാഹുലിനെതിരെ ഒരു പരാതിയില്ല, തെളിവില്ല, FIR ഇല്ല, ആരോപണം ഉന്നയിച്ചവർ പോലും രംഗത്തില്ല. അപ്പോഴും ഈ കോൺഗ്രസ്സുകാർ രാഹുലിനെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കി ഇയാളെ പുറത്തു വച്ചിരിക്കുകയാണ്. ഇവർക്കറിയാം ഇത് നിയമപരമായി ഒന്നും സംഭവിക്കത്തില്ല എന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ പോലും രാഹുലിനെ ഇപ്രകാരം പുറത്തു നിർത്തുന്നതിലൂടെ ഏറ്റവും കൂടുതൽ അപഹാസ്യരാകുന്നത്, പ്രതിരോധത്തിലാകുന്നത് ഈ പാർട്ടിയാണ് എന്ന് കോൺഗ്രസ്സുകാർക്ക് നന്നായി അറിയാം. പക്ഷേ എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിന് ഒരു ശാശ്വത പരിഹാരം ഇവർക്ക് ഉണ്ടാക്കുവാൻ സാധിക്കുന്നില്ല? ഈ കോൺഗ്രസ് നേതൃത്വത്തെ, ഈ കേക്കച്ചൻ എന്ന് പറയുന്ന നാണംകെട്ടവനെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഈ 100 ദിവസമായിട്ടും ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ കേരളത്തിൽ നടക്കുമ്പോൾ അതിനെയെല്ലാം നള്ളിഫൈ ചെയ്യുന്ന തരത്തിൽ ഈ രാഹുൽ വിഷയം എടുത്തിട്ട് അലക്കിക്കൊണ്ട് ഈ കോൺഗ്രസ്സുകാരുടെ വായടപ്പിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ രാഹുലിന് പുറത്തിറങ്ങാൻ വയ്യാത്ത, കോൺഗ്രസ്സുകാർക്ക് പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥ ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇത് മറ്റാരുമല്ല, ഇത് കോൺഗ്രസ്സുകാർ തന്നെയാണെന്ന് മനസ്സിലാക്കണം. ഇതിന് ഒരേ ഒരു പരിഹാരം എന്ന് പറയുന്നത്, ചെയ്യാൻ നാണം കെട്ട നെട്ടൂർ കേക്കച്ച, നിനക്ക് ആംബിയറുണ്ടോ? നീ പ്രഖ്യാപിക്കണം,
കഴിഞ്ഞ 100 ദിവസമായി ഇതുപോലുള്ള അശരീരികൾ നീ ഇട്ടുകൊടുത്താന്നൊന്നും ആരോടും പറയണ്ട. നീയാണ് ഇതിന്റെ പിന്നിൽ, നീ ഒരുക്കിയ തേങ്കണിയാണെന്നൊന്നും നീ പറയണ്ട. നീ സാധാരണ പോലെ നാടകം കളിക്കുക. നീ പറയണം, ഈ 100 ദിവസമായിട്ടും വെറും അശരീരി മാത്രമാണ് പുറത്തു വരുന്നത്. ഞങ്ങൾ ആവശ്യപ്പെടുന്നു, രാഹുലിനെതിരെ പരാതിയുള്ളവർ ആ തെളിവുകളടക്കം നിങ്ങളുടെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി നിങ്ങൾ പരാതി കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടുന്ന സകല നിയമപരിരക്ഷയും ഞങ്ങൾ നൽകും. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സംരക്ഷണവും KPCC നൽകും. നിങ്ങൾക്ക് വേണ്ടുന്ന സകല സപ്പോർട്ടും ഞങ്ങൾ നൽകും. പക്ഷേ തെളിവടക്കം നിങ്ങൾ ഈ വരുന്ന 15 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഓൾറെഡി 100 ദിവസം കൊടുത്തു. ഒരു 10 ദിവസം കൂടെ കൊടു. ഞങ്ങൾ 10 ദിവസം കൂടി നിങ്ങൾക്ക് തരാം. ഈ അശരീരിയായി നിൽക്കാതെ പരാതിക്കാരി കൃത്യമായ പരാതിയും തെളിവുകളും അടക്കം നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കൂ. 10 ദിവസം ഞങ്ങൾ വെയിറ്റ് ചെയ്യും. 10 ദിവസത്തിനകം നിങ്ങൾ പരാതി കൊടുത്തില്ല എങ്കിൽ ഞങ്ങൾ രാഹുലിനെ തിരികെ എടുക്കും. അദ്ദേഹത്തിൽ നിന്നും തിരികെ എടുത്ത എല്ലാ പദവികളും ഞങ്ങൾ തിരികെ നൽകുമെന്ന് പ്രഖ്യാപിക്കാനുള്ള നിന്റെ കിണ്ടിക്കുറപ്പുണ്ടോടാ നെട്ടൂർ കേക്കച്ച? ഇതുപോലെ നിനക്കൊരു നട്ടലോടുകൂടി നീ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിന്നെയൊക്കെ ഇതുപോലെ വഴിയിലിട്ട് തട്ടുമോ? എടാ നാണം കെട്ടവനെ, നീ ഈ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിരുന്ന് ഈ പാർട്ടിയെ നശിപ്പിക്കുകയല്ലേ? നീ ഈ തേൻകണി ഒരുക്കി രാഹുലിനെ കുടുക്കിയിട്ട് ഇത്തരത്തിലുള്ള ശബ്ദശകലങ്ങൾ ഇട്ടുകൊടുത്ത് ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്നവനെ നിനക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റുമോ? ഇപ്രകാരം ചെയ്താൽ ഈ പ്രശ്നത്തിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകും. 10 ദിവസം കൂടെ കൊടു. 100 ദിവസമായി 10 ദിവസം കൂടെ കൊടു. ആ 10 ദിവസത്തിനുള്ളിൽ പരാതിക്കാരാരാണോ ആ പരാതിക്കാരെല്ലാം, നീയൊക്കെ പറയുന്നത് 18 മുതൽ 61 വയസ്സ് വരെയുള്ള ധാരാളം യുവതികളെ പേടിപ്പിച്ചു, ഗർഭിണിയാക്കി എന്നൊക്കെയാണല്ലോ. അപ്രകാരം ഗർഭം ധരിക്കപ്പെട്ടവർ, ഗർഭചിത്രം ധരിക്കപ്പെട്ടവർ, ഗർഭചിത്രം നടത്തിയവർ, അല്ലെങ്കിൽ മക്കളുള്ളവർ, അതിനെയെല്ലാം വാരിപ്പറക്കിക്കൊണ്ട് കൊണ്ടുപോവാ. തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടു, തെളിവ് കൊടു. രാഹുലിനെ അപ്രകാരം അറസ്റ്റ് ചെയ്താൽ രാഹുലിനെ ഞങ്ങൾ ആദ്യം വിമർശിക്കും. രാഹുലുമായി ഞങ്ങൾക്ക് തുടക്കം മുതൽ ഞങ്ങൾ പറയുന്നു, രാഹുൽ പരിശുദ്ധനാണെന്ന് സ്ഥാപിക്കുവാനുള്ള ഒരു സംരംഭമല്ല, ഒരു ക്യാമ്പയിൻ അല്ല ഇത്. ഈ 100 ദിവസമായിട്ടും പാർട്ടിയെയും രാഹുലിനെയും പ്രതിരോധത്തിലാക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നള്ളിഫൈ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ, ഇതിനൊരു അറുതി വരുത്തണമെങ്കിൽ, ഇതിനെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകാതിരിക്കണമെങ്കിൽ, ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ, അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ, അതല്ലെങ്കിൽ ജനശ്രദ്ധ തിരിക്കേണ്ടുന്ന സമയം വരുമ്പോൾ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വസ്തുവാക്കി രാഹുലിനെ നീയൊന്നും മാറ്റുവാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. അതുകൊണ്ട് ഈ നാടകം ഇവിടെ നിർത്തിക്കോണം. എടാ നാണം കെട്ട നെട്ടൂർ കേക്കച്ച, താരകേശന്റെ ഭാര്യയെ ഭോഗിക്കാൻ പോയ നാണം കെട്ടവനെ, ഈ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിരുന്ന് നീ ഈ തേൻകണി പരിപാടി നിർത്തിക്കോണം. ഈ നാടകം ഇനി തുടരുവാൻ ഇവിടുത്തെ ജനങ്ങൾ അനുവദിക്കില്ല. എത്രയും വേഗം നിനക്ക് നട്ടലുണ്ടെങ്കിൽ നീ ചെയ്യേണ്ടുന്ന പരിപാടി ഇതാണ്. ഇത് ചെയ്യാൻ നിനക്ക് ധൈര്യമുണ്ടോ? അതല്ലെങ്കിൽ KPCCയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന അരമന കിങ്ങിണി നീയാണേലും ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന് ഇപ്രകാരം ചെയ്യുവാനുള്ള തൻ്റെ ഇടമുണ്ടോ? നിങ്ങൾ പറയണം, ഈ അശരീരിയെല്ലാം കളഞ്ഞ് ഞങ്ങൾ 100 ദിവസം കാത്തിരുന്നു, ഒരു 10 ദിവസം കൂടി നിങ്ങൾക്ക് തരാം. ആ 10 ദിവസങ്ങൾക്കുള്ളിൽ പരാതിക്കാർ ആരൊക്കെയാണോ നിങ്ങൾ രേഖാമൂലം പരാതി നൽകുക, പോലീസിന് തെളിവ് നൽകുക. നിയമപരമായി ഞങ്ങൾ എല്ലാ പിന്തുണയും നൽകും. അപ്രകാരം നിയമപ്രകാരം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ കുറ്റക്കാരനാണ് എന്ന് തെളിഞ്ഞാൽ ഒരൊറ്റ ദിവസം പോലും ഞങ്ങൾ വെച്ചുകൊണ്ടിരിക്കത്തില്ല, അന്ന് ടെർമിനേറ്റ് ചെയ്യും എന്ന് നിനക്കൊക്കെ പറയാൻ സാധിക്കും. അങ്ങനെ പറയണം. അല്ലാതെ ഈ നാണം കെട്ട നാറിയ നാടകവുമായി ഇനി മുന്നോട്ട് പോകാൻ ഇവിടുത്തെ ജനങ്ങൾ അനുവദിക്കത്തില്ല. പ്രിയമുള്ള ജനങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ പ്രസ്ഥാനത്തെയും ഈ യുവനേതാവിനെയും പ്രതിരോധത്തിലാക്കി, ഈ തേൻകണിയിലാക്കിയ ഈ നെട്ടൂർ കേക്കച്ചൻ എന്ന് പറയുന്നവൻ ഈ നാടകം നീട്ടി നീട്ടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോകാനുള്ള കളിയാണെന്ന് ഞങ്ങൾ തുടക്കം മുതലേ പറയുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ സമയത്ത് ഇനി ഇതുപോലുള്ള അടുത്ത ഒരു നാറിയ ഒരു വോയിസ് ക്ലിപ്പുമായിട്ട് ഇവന്മാർ വീണ്ടും വരും. വീണ്ടും ഈ വിഷയം എടുത്തിട്ട് അലക്കും അശരീരിയാവും. അവസാനം ഈ അശരീരി മുഴക്കി വീണ്ടും പിണറായിക്ക് 3ാം വട്ടവും തുടർഭരണം ഉണ്ടാക്കിയിട്ട് ഈ നാണം കെട്ടവൻ വീണ്ടും പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ കയറിയിരിക്കും. അതിനുള്ള അടവാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ നാടകം ഇനിയും തുടരുവാൻ കേരളത്തിലെ ജനങ്ങളെ നാണം കെടുത്തുവാൻ അനുവദിക്കരുത്. രാഹുൽ തെറ്റുകാരനെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണം.
അതിന് തെളിവുണ്ടെങ്കിൽ നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ച് ഇതൊരു ചതിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ രേഖാമൂലം തെളിവുകളടക്കം പരാതി നൽകണം. രാഹുൽ കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. പക്ഷേ ഈ നാണം കെട്ട നാടകവുമായി മുന്നോട്ട് പോകുവാൻ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുവാൻ ജനങ്ങൾ ഇനി സമ്മതിക്കത്തില്ല. അതിനാരും നിന്നുകൊടുക്കരുത്. ഇനിയും ഇതുപോലുള്ള നാണം കെട്ട നാടകങ്ങളും അശരീരികളുമായി ഉമാർ വീണ്ടും വരും. തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം തന്നെ ചിലപ്പോൾ ഈ കേക്കച്ചൻ എന്ന് പറയുന്ന നാണം കെട്ടവൻ കോൺഗ്രസിനെ നശിപ്പിക്കുവാനവൻ വീണ്ടും ഈ പണിയുമായി അടുത്ത ഒരു ചാനലിന് ഈ സാധനവുമായി വരും. ജനങ്ങൾ കരുതിയിരിക്കണം. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്, ഈ വിഷയം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കെ മുരളീധരന്റെ മുന്നിൽ മാപ്രകൾ ചാടി വീണു. കെ മുരളീധരന്റെ ആ സംസാരം കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് വേണം. ഇപ്രകാരം ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ പ്രതിരോധത്തിലാക്കുന്നത് യുവമാരുടെ കഴിവുകേടാണ്, യുവമാരുടെ ബലഹീനതയാണ്, യുവമാർ വെറും മുണ്ണകളായതുകൊണ്ടാണ് മനസ്സിലാക്കുക. അതേസമയം ഞാൻ മുൻപേ പറഞ്ഞ പോലെ ഈ മുണ്ണകൾക്ക് പറയാൻ പറ്റത്തില്ലേ, ഡേ ഞങ്ങൾ 100 ദിവസം കാത്തിരുന്നു, ഇനി ഒരൊറ്റ ദിവസം പോലും ഞങ്ങൾ കാത്തിരിക്കത്തില്ല, അതല്ലെങ്കിൽ ഒരാഴ്ചയും കൂടെ അല്ലെ 10 ദിവസം കൂടെ ഞങ്ങൾ കാത്തിരിക്കാം, പരാതി കൊടുത്താൽ ഞങ്ങൾ സഹകരിക്കാം, ഇല്ലെങ്കിൽ ഇനി ഈ നാടകവുമായി നിങ്ങൾ മുന്നോട്ട് വരരുത്, ഞങ്ങളിതാ അദ്ദേഹത്തെ തിരികെ എടുക്കുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരികെ എടുക്കുമായിരുന്നുവെങ്കിൽ ഇവനൊക്കെ ഇതുപോലെ വഴിയിൽ നിന്ന് റോഡിൽ നിന്ന് നാണം കെടേണ്ട അവസ്ഥ വരുമായിരുന്നോ? റോഡിൽ നിന്ന് തലകുനിക്കേണ്ടി വരുമായിരുന്നോ? എന്തിൻ്റെ പേരിൽ? വെറും അശരീരിയുടെ പേരിൽ. കെ മുരളീധരന്റെ വാക്കുകൾ കേൾക്കുക. അവരുടെ കയ്യിലാണ് നിയമത്തിന്റെ കടിഞ്ഞ. ഒരു ആക്ഷൻ എടുക്കട്ടെ. പാർട്ടിയിലില്ല എന്ന് പറയും, സസ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പോഴും കണ്ണാടിയിൽ ഉൾപ്പെടെ പാർട്ടി പരിപാടികൾ സജീവമായി രാഹുൽ. കഴിഞ്ഞ ദിവസം ഭീഷണി നേരിട്ടു എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ പോയി കാവലിരുന്നതും രാഹുലാണ്. അപ്പോൾ ഇത് പാർട്ടി നേതൃത്വം അറിയുന്നില്ലേ, അതോ ഇങ്ങനെയൊക്കെ മതി എന്ന് തീരുമാനിച്ചിട്ടാണ്? പാർട്ടി സസ്പെൻഡ് ചെയ്തോടെ പാർട്ടിക്ക് ഉത്തരവാദിത്വമില്ല. പാർട്ടിയുടെ ഔദ്യോഗിക കാര്യങ്ങൾ പറയേണ്ടത് KPC പ്രസിഡന്റാണ്, പ്രതിപക്ഷ നേതാവാണ്. അവർ രണ്ടുപേരും രാഹുലിനെ ന്യായീകരിക്കുന്ന യാതൊരു സ്റ്റേറ്റ്മെൻറ്റും ഇതുവരെ പുറത്തു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാർട്ടിയില്ലാത്ത ഒരാൾക്കെതിരെ ഇനി കൂടുതൽ, ഇപ്പോൾ സസ്പെൻഷനാണ്, അത് കൂടുതൽ നടപടിയിലേക്ക് പോകണമെങ്കിൽ വ്യക്തമായ തെളിവോടുകൂടിയിട്ടുള്ള ആക്ഷൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അത് വരട്ടെ, അപ്പോൾ നമുക്ക് ആലോചിക്കാം. ഇതിൽ ഈ ജനങ്ങൾ എന്താണ് കരുതേണ്ടത്? കാരണം സസ്പെൻഡ് ചെയ്തു എന്ന് പാർട്ടി പറയുന്നു, പക്ഷേ സസ്പെൻഡ് ചെയ്ത വ്യക്തി ഇലക്ഷൻ അടക്കം പ്രചരണത്തിന് മുന്നിൽ നിന്ന് നയിക്കുന്നു. അപ്പോൾ എന്താണ് ജനങ്ങൾ കരുതേണ്ടത്? എത്ര നാളാണ് സസ്പെൻഷൻ എന്ന് പോലും പാർട്ടി വ്യക്തമാക്കുന്നില്ല. അത് കൂടുതൽ തെളിവുകൾ ലഭിച്ച് മറ്റേ ആക്ഷനിലേക്ക് പോകുമ്പോൾ സസ്പെൻഷൻ പുറത്താക്കലാവും. പക്ഷേ ഇപ്പോൾ അതിന് തക്കവണ്ണ ഒരു ആക്ഷൻ ഗവൺമെൻറ് പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. തിരിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ടോ ഈ സമയങ്ങളിൽ? എപ്പോഴും ഇതുവരെയായിട്ടൊന്നും നടന്നിട്ടില്ല. കാരണം തിരിച്ചെടുക്കേണ്ട KPC പ്രസിഡന്റാണ്. ഇതുവരെ അങ്ങനത്തെ ഒരു നടപടികളിലേക്കും പോയിട്ടില്ല. പിന്നെ പാർട്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആർക്ക് വേണമെങ്കിലും പ്രചരണം നടത്താം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ കോൺഗ്രസിൻ്റെ ഒരു ഔദ്യോഗിക വേദിയിലും പാർട്ടി പങ്കെടുപ്പിച്ചിട്ടില്ല. KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് ന്യായീകരിക്കാതിരിക്കുമ്പോൾ പാലക്കാട് DCC അധ്യക്ഷൻ ഉൾപ്പെടെ ഞാൻ പറയാം, കോൺഗ്രസിൻ്റെ സുപ്രീം KPCC പ്രസിഡന്റാണ്. അദ്ദേഹമോ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ AICC ജനറൽ സെക്രട്ടറിമാരോ പറയാത്തൊരു കാര്യം മറ്റാരെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം പാർട്ടിക്കില്ല. ഞങ്ങൾ ആരും ന്യായീകരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, അതല്ലാതെ ആരെങ്കിലും എവിടെ നിന്നും പറഞ്ഞാൽ അതിനൊന്നും പാർട്ടി മറുപടി പറയേണ്ട ആവശ്യമില്ല. പാർട്ടി കാര്യങ്ങൾ KPC പ്രസിഡന്റ് തീരുമാനിക്കും, നടപടി എടുക്കേണ്ടത് സർക്കാരുമാണ്. രണ്ടും അതിൻ്റെ ഒഴുക്കിയാണ്. അല്ല, അതൊക്കെ പാർട്ടിയുടെ കാര്യങ്ങളാണ്. പാർട്ടിയുടെ കാര്യങ്ങൾ പാർട്ടിക്ക് നടത്താനുള്ള കഴിവ് കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അതിനാരുടെ ഔദാര്യത്തിൻ്റെ ആവശ്യമില്ല. ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണം നേരിടുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഇങ്ങനെയുള്ള സദസ്സുകളിൽ എത്തരുത് എന്നുള്ളത് എന്തുകൊണ്ടാണ് പാർട്ടി പറയാൻ മടിക്കുന്നത്? അത് അതിനെ സംബന്ധിച്ച് അങ്ങനെ വല്ല പരാതിയും വന്നാൽ പാർട്ടി കാര്യത്തിൽ നടപടി സ്വീകരിക്കും. അത് KPC പ്രസിഡന്റ് അറിയിക്കേണ്ടവരറിയിക്കും. ഇപ്പോൾ ഈ പുറത്തു വന്നിട്ടുള്ള പരാതി അത് ഗൗരവകരമാണ് എന്ന് അങ്ങ് ചിന്തിക്കുന്നുണ്ട്? എങ്ങനെ? ഇപ്പോൾ ഈ പുറത്തു വന്നിട്ടുള്ള ഈ ഓഡിയോ ക്ലിപ്പ്, അതുമായി ബന്ധപ്പെട്ടുള്ള ചാറ്റുകൾ, ഇതൊക്കെ ഗുരുതരമായ ഒരു വിഷയമാണ് എന്നുള്ളത് അങ്ങ് ചിന്തിക്കും? ഞാൻ പറയുന്നത് ആക്ഷൻ വന്നാൽ തുടർ നടപടി സ്വീകരിക്കും. അതിൻ്റെ ആക്ഷൻ വരട്ടെ, അത് ഗവൺമെൻറ് എടുക്കട്ടെ. പിന്നെ ഇലക്ഷന് വേണ്ടി മാത്രമുള്ള അഭ്യാസങ്ങളാവരുത്. കുറ്റം ചെയ്താൽ ശിക്ഷ അനുഭവിക്കണം. ആരാണെങ്കിൽ X or Y എന്ന് ഞാൻ പറയുന്നില്ല. അത് ഗവൺമെൻറ്റാണ് ആക്ഷൻ എടുക്കുന്നത്. കാരണം അതെനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ഗവൺമെൻറ്റാണ് എടുക്കേണ്ടത്.
വരുമ്പോൾ അത് ഇലക്ഷൻ തന്ത്രം എന്ന് പറഞ്ഞ് തള്ളുന്നത് എത്രത്തോളം ശരിയാണ്? ഒരു പെൺകുട്ടി ആക്ഷൻ എടുക്കേണ്ട ഗവൺമെന്റാണ് ആക്ഷൻ എടുക്കുന്നത്. അല്ല, ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് പൊതുസമൂഹം ഏതാണ് പെൺകുട്ടി ആർക്കും അറിയില്ല. അതുകൊണ്ട് പാർട്ടി അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. പാർട്ടി പറയുന്നത് സർക്കാർ എന്ത് തീരുമാനം ഇക്കാര്യത്തിൽ എടുത്താലും ആ കാര്യത്തിൽ ഏത് ആക്ഷൻ എടുത്താലും കൂടുതൽ നടപടികളിലേക്ക് പാർട്ടി പോകും. ഇപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടത് ഞങ്ങളല്ല, ഗവൺമെന്റാണ്. അത് രാഹുലിനോട് ചോദിക്കണം. അല്ല, ഇത് അങ്ങനെ പുകമറ കാണിച്ച് ഇലക്ഷൻ ജയിക്കാമെന്ന് ഇടതുപക്ഷോ BJPയോ കരുതണ്ട. പാലത്തായി കേസിൽ ഒരു പീഡിപ്പിക്കപ്പെട്ട ആ പെൺകുട്ടിയെ ദ്രോഹിച്ച അധ്യാപകനെ പുറത്താക്കിയപ്പോൾ അധ്യാപകന് വേണ്ടി RSS ഭാഷയിൽ സംസാരിച്ച മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടല്ല കോൺഗ്രസിനുള്ളത്. തെറ്റാര് ചെയ്താലും അവർ ശിക്ഷിക്കപ്പെടും. പ്രിയമുള്ള പ്രേക്ഷകരെ, കെ മുരളീധരൻ നിന്ന് മെഴുകുന്നത് നിങ്ങൾ കണ്ടല്ലോ. ഈ പ്രസ്ഥാനത്തിൻ്റെ ഇതിൻ്റെ നേതൃത്വത്തിൻ്റെ കഴിവുകേട് ഒന്നുകൊണ്ടും മാത്രമാണ് രാഹുൽ വിഷയത്തിൽ ഇവർക്ക് ഇതുപോലെ നിന്ന് പ്രതികരിക്കേണ്ട ഗതികേട് ഉണ്ടാകുന്നത്. ഈ 100 ദിവസമായിട്ടും ഈ പ്രശ്നം പരിഹരിക്കുവാൻ ശേഷിയില്ലാത്ത ഇവന്മാർ, ഈ മൊണ്ണകൾ, ഈ കേക്കച്ചൻ എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവൻ കോൺഗ്രസിനെ തൂക്കി പിണറായിക്ക് വിറ്റു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മിഷൻ 60 ഞങ്ങൾ ആരംഭിച്ചപ്പോൾ തുടക്കത്തിലേ ഞങ്ങൾ പറഞ്ഞിരുന്നു, ജട്ടി വിപ്ലവം ഒരു അടിപ്പാവാട കൊണ്ടും ഒരു പാൻറ്റീസ് കൊണ്ടും പിണറായി വിജയന് വീണ്ടും തുടർഭരണം ഒരുക്കുവാൻ വേണ്ടി ഇറങ്ങിയ ഈ നാണംകെട്ട ഈ പഴയ മണി ചെയിൻ തട്ടിപ്പുകാരൻ ഇവൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു ആശയമാണിതെന്ന് ഞങ്ങൾ പറഞ്ഞു. ഈ വിഷയത്തെ വലിച്ചു നീട്ടി ഇപ്പോൾ 100 ദിവസം കൊണ്ടുപോയി. ഇവന്മാർ ഇതിനെ വലിച്ചു നീട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോകും. ഇവൻ പിണറായിയുടെ ഇലനക്കിയാണെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അത് ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്തു. ജനങ്ങൾ ഇപ്പോഴും ആവേശപൂർവ്വം രാഹുലിന് വേണ്ടി ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. നമ്മളിപ്പോൾ ലൈവായി TV കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ ഈ കേക്കച്ചൻ്റെ വികൃതമായ മുഖം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓർക്കുക, ഈ 100 ദിവസമായിട്ട് അതിനുള്ള ഗ്രാവിറ്റി ഈ വിഷയത്തിനുണ്ടോ? ഈ ഒരു അളിഞ്ഞ വിഷയവുമായി ഇവന്മാർക്ക് ഈ തെരുവിൽ ഇതുപോലെ നാണം കെടേണ്ടി വരുന്നത് ഇവന്മാരുടെ കഴിവില്ലായ്മ കൊണ്ടും ഗതികേട് കൊണ്ടുമല്ലേ? ഇവന്മാർ തുടക്കത്തിൽ തന്നെ ഇപ്രകാരം ഒരു നടപടിയെടുക്കുകയായിരുന്നെങ്കിൽ, ഈ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ആരോപണം വരുമ്പോൾ ഒരു കഴിവുള്ള ഒരു നേതൃത്വം, ഒരു കഴിവുള്ള ഒരു പ്രതിപക്ഷ നേതാവോ ഒരു KPCC അധ്യക്ഷനോ ഈ കോൺഗ്രസിനുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ ഒരു ആരോപണം വരുമ്പോൾ എന്ത് ചെയ്യുമായിരുന്നു? അദ്ദേഹം ശ്രദ്ധാപൂർവം നിന്ന് കേൾക്കണം. ആരോപണങ്ങൾ എന്താണ്? വ്യക്തമായി പറയൂ. ശരി, ഇപ്രകാരം ഒരു ആരോപണം രാഹുലിൻ്റെ മേലുണ്ടായി. അപ്പോൾ പറയണം, നിങ്ങൾക്ക് ഇപ്രകാരം ഒരു പരാതി ഉണ്ടെങ്കിൽ പരാതിക്കാർ എത്രയും വേഗം നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി വിശദമായ പരാതിയും തെളിവുകളും അടക്കം കൊടുക്കൂ. പോലീസ് ആ കേസ് അന്വേഷിക്കട്ടെ. ഇദ്ദേഹം തെറ്റുകാരനെങ്കിൽ ഞങ്ങൾ കോടതി അദ്ദേഹത്തെ തെറ്റുകാരനെന്ന്, കുറ്റക്കാരനെന്ന് വിധിച്ചാൽ ആ നിമിഷം ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും ഞങ്ങൾ സസ്പെൻഡ് ചെയ്യുമെന്ന് പറയാൻ നട്ടലുള്ള ഒരാണൊരുത്തൻ ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ ഇതുപോലെ ഇവന്മാർ കിടന്ന് മെഴുകേണ്ടി വരത്തില്ലായിരുന്നു. കിണ്ടിക്ക് ഉറപ്പുള്ള ഒരുത്തൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതുപോലെ കുനിഞ്ഞു നിൽക്കേണ്ട അവസ്ഥ വരത്തില്ലായിരുന്നു. കാരണം എന്തുകൊണ്ടാണ്? ഇവൻ തന്നെ പിണറായിയുടെ ഇലനക്കി, പിണറായിയുടെ അച്ചാരം വാങ്ങിയിട്ട് ഈ പ്രസ്ഥാനത്തെ പാവപ്പെട്ട ഉമ്മൻചാണ്ടിയെ പണിഞ്ഞു തീർത്തതുപോലെ രാഹുലിനെ പണിഞ്ഞു തീർക്കാം എന്ന് കരുതി വാർത്താമൂല്യമുള്ള, അതല്ലെങ്കിൽ ശ്രദ്ധിക്കുവാൻ സാധ്യതയുള്ള ഒരു യുവ നേതാവിനെ ഇപ്രകാരം ബലിയാടാക്കിയിട്ട് കൊടുത്തുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ നാറുന്ന വിഷയത്തെ വലിച്ചു നീട്ടി കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ശബരിമല വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിച്ച് വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ വിഷയത്തെ ആളിക്കത്തിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. ഈ കോൺഗ്രസ്സുകാരന്മാർക്ക് കഴിവുള്ള, നട്ടലുള്ള, ബോധമുള്ള ഒരുത്തൻ ഇതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ അവൻ പറഞ്ഞേനെ, നിങ്ങൾ പരാതി കൊടുക്കൂ, പോലീസിന് പരാതി കൊടുക്കൂ, പോലീസ് അന്വേഷിക്കട്ടെ, കോടതി ശിക്ഷിക്കട്ടെ, ഞങ്ങൾ എടുക്കാം. ഇപ്പോൾ ശബരിമല കൊള്ളക്കേസിൽ നിങ്ങൾ കാണുക, ശബരിമല അയ്യന്റെ സ്വർണത്തെ ചെമ്പെന്ന് തൻ്റെ കൈകൊണ്ട് എഴുതി വിട്ട പോറ്റിയോടൊപ്പം സകല തരികടകളും കാണിച്ചു എന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ബോധ്യം വന്ന ആ പത്മകുമാറിനെ, പത്തനംതിട്ട ജില്ലയിലെ മുതിർന്ന നേതാവായ CPM നേതാവിനെ ഇത്രയും വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വിട്ടിട്ട് പോലും പാർട്ടിയുടെ ആ ജില്ലാ പ്രതിനിധി എന്ന ആ സ്ഥാനം പോലും ഇവന്മാർ സസ്പെൻഡ് ചെയ്തിട്ടില്ല ഇതുവരെ.
എടാ നാണം കെട്ട കേക്കച്ച, നീ ആ ഇല നക്കുന്ന പിണറായിയുടെ ചെരുപ്പ് നക്കുന്ന നാണം കെട്ടവനെ നീ ഈ CPM കണ്ടൊന്ന് പഠിക്കൂ. അവരുടെ ജില്ലാ സെക്രട്ടറി, അവരുടെ സംസ്ഥാന സെക്രട്ടറി എന്താണ് പറഞ്ഞത്? അറസ്റ്റല്ലേ ചെയ്തുള്ളൂ, റിമാൻഡല്ലേ ചെയ്തുള്ളൂ, കോടതി വിധിയൊന്നും വന്നില്ലല്ലോ, വിധി വരട്ടെ എന്ന്. ആ മോന്മാരാണ് പറയുന്നത് രാഹുലിനെ ചൂലെടുത്തടിക്കണം, രാഹുലിനെ തൂക്കിക്കൊല്ലണം എന്നൊക്കെ പറയുന്നത്. ഈ നാണം കെട്ടവന്മാരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും ഗതികെട്ട ഒരു നേതൃത്വം, പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെ, ഈ പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റുന്ന ജനങ്ങളെ, ഈ നാണം കെട്ടവൻ, ഈ നെട്ടൂരിലെ ഈ നാണം കെട്ട കേക്കച്ചൻ ഈ പ്രസ്ഥാനത്തെ തൂക്കി വിറ്റു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയും ഏറ്റവും പ്രഷ്യസായ സമയത്ത് തന്നെ ഇപ്രകാരം ഒരു നാണം കെട്ട വിഷയത്തിൽ ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നത് ഈ നാണം കെട്ട കേക്കച്ചനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. രാഹുലിനെതിരെ ഞങ്ങൾ നടപടിയെടുക്കത്തില്ല, തെളിവെന്താണ് എന്ന് ചോദിക്കുവാനുള്ള ഒരു ആർജവമുള്ള ഒരുത്തനുണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. ഈ 100 ദിവസമായിട്ടും ഈ പാർട്ടി പ്രതിസന്ധിയിലായിരിക്കുന്നത്, ഈ രാഹുലിനെ വേട്ടയാടുന്നത് ഇതുപോലെ നട്ടലില്ലാത്ത ഒരുത്തൻ ഉള്ളത് കൊണ്ടാണ്. ഇവൻ ഈ കേക്കച്ചൻ എന്ന് പറയുന്ന ഒരുക്കിയ ആ തേൻകണി ഒരുക്കിയവൻ തന്നെയാണ് ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് രാഹുലിനെ നശിപ്പിക്കുക, ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുക എന്നതാണ്. ഈ പ്രസ്ഥാനം നശിച്ച് അവ വീണ്ടും പ്രതിപക്ഷത്ത് ഇവനിരിക്കുവാനുള്ള ഒരു തന്ത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കഴിഞ്ഞ മിഷൻ 60യുടെ ആ 60 ദിവസങ്ങളിലും അതിനുശേഷമുള്ള 40 ദിവസങ്ങളും ഇന്ന് 100ാമത്തെ ദിവസമാണ്. ഈ 100ാമത്തെ ദിവസം ഞങ്ങൾ ആവർത്തിക്കുന്നു, നിങ്ങൾ ഈ യാഥാർത്ഥ്യം തിരിച്ചറിയണം. ഇത് ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുവാനുള്ള ഇവന്റെ അടവാണ് എന്ന്. അതല്ലെങ്കിൽ ഈ വിഷയത്തിൽ രാഹുലിനെ തിരികെ എടുത്താൽ ഈ നിമിഷം വരെ, ഇന്ന് ഈ അശരീരി വരുമ്പോഴും എന്തുകൊണ്ട് ഈ 100 ദിവസം പിന്നിട്ടിട്ടും എന്തുകൊണ്ട് പരാതിക്കാരിക്ക് പ്രകാരം ഒരു പരാതി ഉണ്ടെങ്കിൽ പോലീസിനെ സമീപിച്ചുകൂടാ, ഇവനെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടുകൂടാ? അതിൻ്റെ ഉദ്ദേശം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു നാറിയ രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി പിണറായിക്ക് 3ാമതും തുടർഭരണം ഒരുക്കുവാൻ വേണ്ടിയുള്ള ഈ നാണംകെട്ട ഈ നെട്ടൂർ കേക്കച്ചൻ്റെ പഴയ മണി ചെയിൻ തട്ടിപ്പുകാരൻ്റെ കുടിലബുദ്ധിയിലുള്ള അടുത്ത കളിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവൻ ദുബൈയിൽ പോയി അതിനുള്ള അച്ചാരം വാങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം വെച്ചാണ് ഇവൻ വീണ്ടും കളിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ 10 കൊല്ലമായി ഭരണമില്ലാതിരിക്കുന്ന ഈ പ്രസ്ഥാനത്തെയും ഇവൻ നശിപ്പിക്കാൻ ഈ നെട്ടൂർ കേക്കച്ചൻ, ഇവന് പോയാലൊന്നുമില്ല. ഒരു ലാംബി സ്കൂട്ടറിൽ തെണ്ടിത്തിരിഞ്ഞ് നടന്ന് ഇവന് പോകാനൊന്നുമില്ല. ഇന്ന് ആയിരക്കണക്കിന് കോടിയുടെ ആസ്തിയായി. അതുപോലെയാണോ ഈ പ്രസ്ഥാനം? ഈ പ്രസ്ഥാനത്തിൻ്റെ അമരത്തിരുന്ന് ഇതിൻ്റെ നാശത്തിന് അധ്യക്ഷത വഹിക്കുന്ന ഈ നെട്ടൂരിലെ ഈ പഴയ മണി ചെയിൻ തട്ടിപ്പുകാരനെ ജനങ്ങൾ തിരിച്ചറിയുക. ഇന്ന് ഈ മാധ്യമത്തിലൂടെ ഈ അമേദ്യം കലക്കി വിട്ടത് ഈ നാണംകെട്ട കേക്കച്ചനും ഇവൻ്റെ പഴയ തേങ്കണി കൂട്ടുകാരനായ അജിത് കുമാർ അജന്താലയം എന്ന ശശീന്ദ്രനെ തേൻകണിയിൽ പെടുത്തുവാൻ ശ്രമിച്ച അറസ്റ്റിലായ ആ കള്ളനും ചേർന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി അരമന കിങ്ങിണി, മാധ്യമ കിങ്ങിണികൾ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അരമന കിങ്ങിണിയെ നോക്കി. ആ അരമന കിങ്ങിണി എന്ന് പറയുന്ന KPCC അധ്യക്ഷന്റെ സ്ഥാനത്തിരിക്കുന്ന ആ ഗുണവും മണവും ഇല്ലാത്ത ആ കഴിവുകെട്ട മനുഷ്യന്റെ ആ പ്രതികരണം നിങ്ങളൊന്ന് കാണുക. ദൈവമേ, കോൺഗ്രസിന് ഈ ഗതി വന്നല്ലോ. ഗർഭിണിയാകാനും ഗർഭചിത്രത്തിന് നിർബന്ധിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് വെളിവാക്കുന്ന ഓഡിയോ ആണ്, ശബ്ദ സംഭാഷണമാണ്. ഞാനത് കണ്ടിട്ടില്ല. ഞാൻ മീറ്റിംഗിലായിരുന്നു, UDFന്റെ പരിപാടിയിലായിരുന്നു. ഞാൻ മനസ്സിലാക്കിയിട്ട് പറയാം. ഇപ്പോഴും ഗുരുതരമായ ആരോപണം തന്നെ അതിലും മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോഴും പാർട്ടി പരിപാടികൾ സജീവമായി തന്നെ പങ്കെടുക്കുന്നുണ്ട്. അല്ല, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പാർട്ടി പരിപാടികൾ അദ്ദേഹം സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. പരിപാടികളിലായിരുന്നു, ഞാൻ മീറ്റിംഗിലായിരുന്നു. ഐ ഡോണ്ട് നോ. കേട്ടല്ലോ, ഒരു KPCC അധ്യക്ഷന്റെ അവസ്ഥയാണ്. ഒരു സുധാകരനെ പോലെയുള്ള നട്ടലുള്ള ഒരു നേതാവുണ്ടായിരുന്നുവെങ്കിൽ, ഒരു സ്വബോധമുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നുവെങ്കിൽ, ഞാൻ മുമ്പേ ചോദിച്ചതുപോലെ, തെളിവുള്ള ഏതവനെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ട പരാതി കൊറ, പോലീസ് കേസ് അന്വേഷിക്കും, കോടതി വിധിച്ചാൽ ഞങ്ങൾ നടപടിയെടുക്കും, പോകിനടാ പാട്ട് നോക്കി എന്ന് പറയാനുള്ള ഒരു നട്ടലുള്ള ഒരുത്തൻ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കിണകൾക്ക്, ഈ നാറികൾക്ക് ഇതുപോലെ തല കുമ്പിട്ട് നാണിച്ചു നിൽക്കേണ്ട അവസ്ഥ വരുമായിരുന്നോ? ഇല്ല. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ശുംഭൻ ജയരാജൻ, എവിടെയോ അഡ്രസ് ഇല്ലാതെ കിടന്ന ശുംഭൻ അതായത് ഈ ഗ്രഹണ സമയത്തിന് നീർക്കോലിക്കും സീൽക്കാരം വരുമെന്ന് പറഞ്ഞ പോലെ ശുംഭൻ ജയരാജൻ ഇതാ ഇന്ന് രാഹുൽ വിഷയത്തിൽ ഏറ്റുപിടിച്ചതാ വന്നിട്ടുണ്ട്. ഓർക്കണം, കൊടിയേരിയുടെ മകന്റെ അഭിഗത ഗർഭം ഉണ്ടായി, കൊച്ചുണ്ടായപ്പോൾ നൂലുകെട്ടിന് പോയി ശാപ്പടിക്കാൻ പോയവനാണ് ഇവനെന്ന് പറയുന്നതെന്ന് ഓർക്കണം. അതുപോലെ മുകേഷ് എന്ന് പറയുന്ന ഒരു ഭൂലോക കോഴി
ഒരു സാരി എവിടെങ്കിലും ചുറ്റിവെച്ചാൽ അവിടെ കുറുകി നിൽക്കുന്ന ഒരു സർട്ടിഫൈഡ് എ ക്ലാസ് വ്യഭിചാരിയെ പ്രസ്ഥാനത്തിൽ വെച്ചോണ്ടാണെന്ന് ഓർക്കണം, ശശിയെ വെച്ചോണ്ടാണെന്ന് ഓർക്കണം. അതുപോലെ ഒരു മഹാസമ്മേളനത്തിലുള്ള വ്യഭിചാരികൾ ഉള്ള ഒരു പാർട്ടിയുടെ ശുംഭൻ ജയരാജൻ പറയുന്നത് കേൾക്കുക, എടാ കോൺഗ്രസ്സുകാരന്മാരെ നിനക്കൊക്കെ ഇത് തന്നെ വേണം, നിനക്കൊക്കെ നട്ടലില്ലാത്ത, കയ്യൂക്കില്ലാത്ത, തലയിൽ ആൾതാമസമില്ലാത്ത നേതൃത്വം ഇരിക്കുന്നത് കൊണ്ടാണ് ഇതുപോലുള്ള ശുംഭന്മാർ നിന്നെയൊക്കെ വഴിയിലിട്ട് വലിച്ചു കീറുന്നത്. ശുംഭൻ ജയരാജന്റെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കണ്ട, കാഞ്ഞിരക്കുരുവിൽ നിന്ന് മധുരം കിട്ടില്ല. പക്ഷേ നന്മയെക്കുറിച്ച് ചിന്തിക്കുന്ന, മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന കോൺഗ്രസുകാർ അതിനെതിരാണ്. രാഹുലിനെ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി പ്രചരണ രംഗത്ത് ഉപയോഗിച്ചാൽ കുറ്റിച്ചൂലായിരിക്കും പാലക്കാട് കോൺഗ്രസിന്റെ വീടുകളിലുള്ള സ്ത്രീകൾ ഉൾപ്പെടെ വരവേൽക്കുക, കുറ്റിച്ചൂല് ഉപയോഗിച്ചിട്ട്. ലോകത്തൊരാളെയും കണ്ടിട്ടുണ്ടാവില്ല. നമ്മുടെ കയ്യിലെല്ലാം വാട്സപ്പ് ഉണ്ട്, അല്ലെങ്കിൽ മൊബൈലുണ്ട്, നെറ്റ് ഉണ്ട്. ഇതിൽ ഗൂഗിൾ പേ ഉണ്ട്. ഗൂഗിൾ പേ ഇലക്ട്രിസിറ്റി ആഫീസിലും BSNL പണം അടക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. രാഹുലിൽ ലൈംഗിക അശ്ലീല പ്രചാരവേലക്ക് ഈ ഗൂഗിൾ ഉപയോഗിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്ന പുതിയ ശാസ്ത്രവിദ്യയിലൂടെ ലൈംഗിക പീഡനത്തിന് പുതിയ മാനങ്ങൾ നൽകിയ രാഹുലിനെ കുറിച്ച് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ നന്മ നിറഞ്ഞ ഒരാളെന്ന് കാണുന്ന അദ്ദേഹം UDFന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്തിയാൽ ഉറപ്പ് അവിടെ കുറ്റിച്ചൂല് കൊണ്ടായിരിക്കും UDFന്റെ വീടുകളിലുള്ള സ്ത്രീകൾ നേരിടുക. നിയമസഭയിൽ വരുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവൊക്കെ വരണമെന്നുള്ള നിലപാട് സ്വീകരിച്ചു. പക്ഷെ ഒരു ഭാഗത്ത് തെരഞ്ഞെടുപ്പിൽ സജീവമായി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് അല്ലേ പുറത്താക്കലും അകത്താക്കലുമാണല്ലോ കോൺഗ്രസ്, അല്ലാതെ തെറ്റിനെതിരായ നിലപാടല്ലല്ലോ. അവര് പുറത്താക്കും, അകത്താക്കും. അവര് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അകത്താക്കുന്നതിന്റെ മറ്റൊരർത്ഥമാണ്. പ്രതിഷേധം എന്ന് പറയുന്ന ഒരാളെ കായികമായി നേരിടലല്ല, മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റിനേക്കാൾ വലുതല്ല മറ്റൊരു പ്രതിഷേധവും. അതുകൊണ്ട് രാഹുലിനെതിരായിട്ടുള്ള പ്രതിഷേധം കേരളത്തിലെ ജനമനസ്സുകളിൽ ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ടവരായാലും അവരുടെ മനസ്സിൽ കൊടുങ്കാറ്റിന്റെ പ്രതിഷേധം. കാണാൻ പോകുന്നത് അനൂപ് ആന്റണി എന്ന സുഗ്രീവന്റെ അഭിപ്രായ പ്രകടനമാണ്. യഥാർത്ഥത്തിൽ ഇപ്രകാരം ഒരു പ്രതികരണം നടത്തേണ്ടിയിരുന്നത് നമ്മുടെ പൂഞ്ഞാർ കേശവൻ ജോർജിന്റെ മോൻ ആയിരുന്നു ഇപ്രകാരം ഒരു പ്രതികരണവുമായി വരേണ്ടത്. പക്ഷേ പഴയ ട്രെയിൻ സംഭവം ഉള്ളതുകൊണ്ട്, നിഷയുടെ കാലിൽ ചൊറിയാൻ പോയ ആ പഴയ സംഭവം ഉള്ളതുകൊണ്ട് ആശാന് വന്നിരുന്ന് ഈ വിഷയത്തിലൊന്നും പ്രതികരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അനൂപ് ആന്റണിയെ വിട്ടിരിക്കുന്നത്. അങ്ങനെ അനൂപ് ആന്റണി വരെ വന്ന് തള്ളക്കി വിളിക്കുന്ന ഗതികേട് ഈ നാണം കെട്ട കോൺഗ്രസ്സുകാരനുണ്ടായി. പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരെ, കോൺഗ്രസ് പ്രവർത്തകരെ, കോൺഗ്രസ് നേതാക്കന്മാരെ, നിങ്ങൾക്ക് ഈ ഗതികേട് വന്നത് ഈ കേക്കച്ചൻ എന്ന് പറയുന്ന ഈ നെട്ടൂരിലെ ഈ നാണം കെട്ടവനും അരമനക്കുണ്ടൻ എന്ന് പറയുന്ന ഒരു ശേഷിയില്ലാത്ത ഈ KC വേണുഗോപാൽ കൊണ്ടുവച്ച ഒരു കുറ്റിച്ചൂലിനെ KPCC അധ്യക്ഷന്റെ സ്ഥാനത്ത് വെച്ചതുകൊണ്ടാണ് നിനക്കൊക്കെ ഈ ഗതികേട് വന്നത്. എടാ നട്ടലുള്ള ഒരുത്തൻ എടാ കൊണ്ട കേസ് കുറ, പോലീസ് അന്വേഷിക്കട്ടെ, കോടതി വിധിക്കട്ടെ, അപ്പം നോക്കാം. നീ വാടാ മോനെ, എൻ്റെ പിള്ളേരെ തൊടാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ഉറപ്പുള്ള ഒരു നേതാവ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇതുപോലുള്ള ഊച്ചാളികളൊക്കെ നിന്നെ കയറി വിരകുമായിരുന്നോടാ കോൺഗ്രസ്സുകാരെ. പോയി തൂങ്ങിച്ചാകടാ. ഇനി അനൂപ് ആന്റണിയൊക്കെ നിന്നെ തള്ളക്കി വിളിക്കുന്നത് കേൾക്കുക, അനുഭവിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുണ്ട് എന്ന് വെളിവാക്കുന്ന ശബ്ദ സന്ദേശങ്ങളും മെസ്സേജുകളും മറ്റുമൊക്കെയാണ് പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇങ്ങനെയുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ പ്രത്യേകിച്ച് ഗർഭചിത്രത്തിന് വേണ്ടിയിട്ട്, അബോർഷന് വേണ്ടിയിട്ട് ഒരു സ്ത്രീയെ പ്രേരിപ്പിക്കുകയും അതിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നത് നമ്മുടെ ഭാരതീയ ന്യായ സംഹിത പ്രകാരം സെക്ഷൻ 89 പ്രകാരം ഒരു കൊഗ്നിസിബിൾ ഒഫൻസാണ്. കൊഗ്നിസിബിൾ ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പോലീസിന് മജിസ്ട്രേറ്റിൻ്റെ അനുവാദം വേണ്ടാതെ സ്വയം കേസെടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ അങ്ങനെ ഒരു കൊഗ്നിസിബിൾ ഒഫൻസ് ആയിട്ടുള്ള
അബോർഷന് വേണ്ടിയിട്ടുള്ള പ്രേരണ ഇതിൽ കൃത്യമായി വെളിവായിട്ടും എന്തുകൊണ്ടാണ് പോലീസ് ഇതിൽ കേസെടുക്കാത്തത്? അതുപോലെ തന്നെ ഇതിനകത്ത് ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ, ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി എന്ന് വളരെ കൃത്യമായിട്ട് ആ ശബ്ദ സന്ദേശങ്ങളിൽ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് എ വുമൻ, ഒരു സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഇതുമെല്ലാം പോലീസിന് സ്വമേധയായി കേസെടുക്കാൻ പറ്റുന്ന കുറ്റകൃത്യങ്ങളാണ്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതിൻ്റെയൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്ത് പോലീസ് ചോദ്യം ചെയ്യണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. എന്തുകൊണ്ടാണ് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യലിന് പോലും വിധേയനാക്കാത്തത് എന്നത് ഭാരതീയ ജനതാ പാർട്ടി പലതരത്തിലുള്ള സംശയങ്ങൾ ഇതിലുണ്ട് എന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇതുപോലുള്ള വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ കൊഗ്നിസബിൾ ഒഫൻസുകളുള്ള കേസിൽ പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു തവണ ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാവുന്നില്ല. എന്ന് പറഞ്ഞാൽ പിണറായി സർക്കാരും കോൺഗ്രസുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിറ്റിക്സിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം. ആരെയാണ് ഇവർ ഭയക്കുന്നത്? നമുക്കറിയാം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയൊക്കെ പിന്നിൽ പലതരത്തിലുള്ള മതമൗലികവാദികൾ, നമുക്കറിയാം ഈ മതമൗലികവാദികളുടെയൊക്കെ പിന്തുണയോടുകൂടി രാഷ്ട്രീയത്തിൽ തെളിഞ്ഞു വന്നിട്ടുള്ള, രാഷ്ട്രീയത്തിൽ മുന്നേറി വന്നിട്ടുള്ള ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പം അതുകൊണ്ട് മതമൗലികവാദികളുടെയൊക്കെ ഒരു പ്രഷർ പിണറായി വിജയൻ്റെ മുകളിലും ഉണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസിനെ കൊണ്ട് ഇതിൽ അന്വേഷണം നടത്തിക്കാതെ, കേസെടുക്കാതെ പിണറായി സർക്കാർ ഇതിൽ മൗനം പാലിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്, ഈ പെൺകുട്ടിക്ക് നീതി ലഭിക്കുന്നത് വരെയും ഭാരതീയ ജനതാ പാർട്ടി ഇതുമായി മുമ്പോട്ട് പോകും. ഞങ്ങൾ സമരങ്ങളുമായി മുമ്പോട്ട് പോകും, പ്രക്ഷോഭങ്ങളുമായി മുമ്പോട്ട് പോകും. പെൺകുട്ടിക്ക് നീതി ലഭിക്കുന്നത് വരെയും ഈ വിഷയം ഞങ്ങൾ ഉന്നയിക്കും. പോലീസ് അടിയന്തരമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇതിൽ ബിജെപിയുടെ ശ്രമം, അതായത് പാലക്കാട് രാഹുൽ മുഖ്യമായി തടയുമെന്നായിരുന്നു ബിജെപിയുടെ പ്രഖ്യാപിത നിലപാട്. പക്ഷേ അതിൽ നിന്ന് പിന്നോട്ട് പോയി ബിജെപിയുടെ നഗരസഭ ഭരിക്കുന്ന ചെയർപേഴ്സൺ തന്നെ രാഹുലിനൊപ്പം വേര് പങ്കെടുത്ത സാഹചര്യം ഉണ്ടായി. അന്ന് ബിജെപി സംസ്ഥാന നേതൃത്വം മൗനം പാലിച്ചു. ബിജെപിക്ക് രാഹുലിന്റെ ഈ വിഷയത്തിൽ എന്ത് ആത്മാർത്ഥതയാണുള്ളത്? ബി ജെ പി കൃത്യമായിട്ടുള്ള ആത്മാർത്ഥത ഈ വിഷയത്തിലുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ആദ്യം മുതൽ തന്നെ പാലക്കാട് എത്ര സമരങ്ങളാണ് ഭാരതീയ ജനതാ പാർട്ടി ചെയ്തത്. നമുക്കൊക്കെ ഓർമ്മയില്ലേ, ശ്രീമാൻ വി ഡി സതീശന് പോലും ഒരു സമയത്ത് വിരളി പൂളുന്ന രീതിയിൽ ഇവിടെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ച്, അന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു, കാളയെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് തക്കതായ മറുപടി പറയുമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ചൊടിക്കുന്ന രീതിയിൽ തന്നെ സംസാരിക്കുന്ന ഒരു വിഷയം. ആ രീതിയിലുള്ള സമരങ്ങൾ ഇവിടെ ചെയ്തത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അത് ഈ വിഷയം പൊതുസമൂഹത്തിൽ, പൊതുമധ്യത്തിൽ ഇത്രയും അധികം ജനശ്രദ്ധ നേടാൻ കാരണം മാധ്യമങ്ങൾ എത്രത്തോളം പങ്കുവഹിച്ചിട്ടുണ്ടോ അത്രത്തോളം പങ്ക് ഈ വിഷയത്തിൽ ഭാരതീയ ജനതാ പാർട്ടി എടുത്തിട്ടുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നിരന്തരമായി സമരം ചെയ്തത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. പ്രിയമുള്ള പ്രേക്ഷകരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ മൈത്താണ്ടി ചെക്കനൊക്കെ ഒരു പ്രസക്തി തന്നെ വന്നത് രാഹുലിൻ്റെ ഈ വിഷയം വന്നതുകൊണ്ടല്ല. അല്ലെ, ഇവനൊക്കെ ആരെങ്കിലും മൈൻഡ് ചെയ്യുമോ? ഇവൻ്റെയൊക്കെ സംസാരത്തിന് ആരെങ്കിലും വില കൊടുക്കുമോ? രാഹുലിനെ കുറിച്ച് ഇവൻ എന്തോ പറഞ്ഞതുകൊണ്ടല്ലേ ഇന്ന് i2 ന്യൂസ് അടക്കം ഇവൻ്റെ ഈ വാക്കെടുത്ത് കൊടുത്തത്. കോൺഗ്രസ്സുകാരെ നിങ്ങൾ മനസ്സിലാക്കണം, ഇതുപോലുള്ള അമ്മമാർ വരെ നിന്നെയൊക്കെ എടുത്ത് മെഴുകാൻ അവസ്ഥയുണ്ടാക്കിയത് ആരാണ്? ഈ നെട്ടൂർ കേക്കച്ചനും ഈ അരമന കിങ്ങിണിയും ഈ കഴിവുകെട്ടവന്മാരൊക്കെ ചേർന്നാണ്. ഈ വഴിയെ പോകുന്ന എല്ലാ വയ്യാവേലിയും വാളികളും വരെ ഈ കോൺഗ്രസ്സുകാരെ എടുത്തിട്ട് അലക്കുവാനും നിന്നെയൊക്കെ തെറി പറയാനും ശുംഭൻ ജയരാജൻ വരെ നിന്നെയൊക്കെ എടുത്തിട്ട് അലക്കാനും കാരണം നിന്റെയൊക്കെ കഴിവില്ലാത്ത ഈ മുണ്ണകളായ ഈ അരമന കുണ്ടൻ KPCC അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നു. അതുപോലെ പ്രതിപക്ഷ സ്ഥാനത്ത് പിണറായിയുടെ ഇല നക്കുന്ന, മൂന്നാമതും കുനിഞ്ഞു നിന്നുകൊള്ളാം, ഞാൻ അടിമയായി നിന്നുകൊള്ളാം, അങ്ങ് ഭരിച്ചാട്ടെ എന്നും പറഞ്ഞ് കുനിഞ്ഞു നിൽക്കാൻ വിധിക്കപ്പെട്ട, അതിന് അച്ചാരം വാങ്ങിയ ആ പഴയ നെട്ടൂരിലെ ആ മണി ചെയിൻ തട്ടിപ്പുകാരൻ, അവൻ്റെ ആ അളിഞ്ഞ ബുദ്ധിയിൽ തോന്നിയ ഒരു തേൻകണിയിൽപ്പെട്ട ആ തേൻകണിയാണ് ഇതെല്ലാം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പ്രസ്ഥാനത്തെയും ഈ സംസ്ഥാനത്തെയും ഈ നാട്ടിലെ ജനങ്ങളെയും നാണം കെടുത്തുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഓരോ ദിവസവും നശിച്ച് ആകെയുള്ള ഒരു അഭയസ്ഥാനം രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വരെ അവസാനം അഭയാർത്ഥികളായി വന്ന് തലചായ്ക്കുവാനുള്ള ഒരു ഇടമായിരുന്നു ഈ കേരളം. ഈ നാണം കെട്ട കേക്കച്ചൻ അതിനുള്ള അവസരം കൂടി ഇല്ലാതാക്കാൻ പോകുന്ന അവസ്ഥയാണ് പ്രിയമുള്ളവരെ നിങ്ങൾ കാണുന്നത്. എന്തിനു വേണ്ടി? ഇവൻ്റെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഇല്ലാതാക്കുവാനും
കോൺഗ്രസിന് വരാൻ നിങ്ങൾക്കറിയാം, ഇവനൊക്കെ ഈ കാപർക്കികൾ ഇവന്മാർ മിണ്ടാതിരിക്കുകയാണെങ്കിൽ, ഇവന്മാരൊന്നും വീട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നെങ്കിൽ കൂടി ഇവനൊക്കെ ഒരു 100 സീറ്റ് കണ്ണടച്ച് കിട്ടാനുള്ള ഒരു അവസരമായിരുന്നു. ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ജയിച്ചു പോകാൻ പറ്റുന്ന ഒരു അവസരമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം പിണറായി അത്രയ്ക്ക് വെറുപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ അയ്യൻ്റെ ആ സ്വർണം കട്ട കേസിൽ ഇപ്പോൾ പൊതുജന വികാരം ഇവർക്കെതിരെ, ഈ സർക്കാരിനെതിരെ ഒരു ആൻറ്റി ഇൻക്യുംബൻസി ഫാക്ടർ, ഭരണകൂട വിരുദ്ധ വികാരം ഏറ്റവും അതിൻ്റെ പരമോന്നതയിലെത്തി നിൽക്കുമ്പോൾ, അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഈ കേക്കച്ചൻ ഈ ജട്ടി വിപ്ലവവുമായി വരുന്നതെന്ന് ഓർക്കണം. ഇപ്രകാരം ഭരണകൂട വിരുദ്ധ വികാരം അതിൻ്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോഴാണ് ഇവൻ പഴയ ജട്ടിയും പാൻറ്റീസും ബ്രേക്കൊണ്ട് ഈ നാണം കെട്ട പഴയ ലാംബി സ്കൂട്ടറുകാരൻ ഈ നാണം കെട്ടവൻ വരുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവനെ ഇത്രയും മ്ലേച്ഛമായ ഈ പദം ഞങ്ങൾ പ്രയോഗിക്കുവാൻ കാരണം അത്രത്തോളം ഈ നാണം കെട്ടവൻ ഈ കേരളത്തിലെ ജനങ്ങളെ ഇവൻ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്നോർക്കുക, ഈ 10 കൊല്ലം കൊണ്ട് ഓരോ ദിവസവും ജനങ്ങൾ കാത്തിരിക്കുകയാണ് ഈ ദുർഭൂതങ്ങൾ എന്ന് പോകുമെന്ന് കരുതിയിരിക്കുമ്പോൾ വീണ്ടും അവനൊരു തുടർഭരണത്തിനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്ന ഈ നരാധവനെ, ഈ കേക്കച്ചനെ, ഈ നെട്ടൂർ ഒതുക്കീശനെ വേറെ എന്ത് വിളിക്കണം? ഇതിലും മ്ലേച്ഛമായ പദങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ അൺപാർലമെന്ററി പദങ്ങൾ ഇപ്രകാരം ഒരു പ്ലാറ്റ്ഫോമിൽ കൂടി ഉപയോഗിക്കുവാൻ നിർവാഹമില്ലാത്തത് കൊണ്ടാണ്, ആ നാക്കുകൾ കെട്ടപ്പെട്ടത് കൊണ്ടാണ് ഇപ്രകാരമുള്ള പദങ്ങൾ പ്രയോഗിച്ച് ഞങ്ങൾ ആത്മനിർവൃത്തി അടയുന്നത് എന്ന് പ്രിയമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ന് നിങ്ങൾ കണ്ടത് ഈ നെട്ടൂരിലെ ഈ നാണം കെട്ട ഈ കേക്ക് നക്കി ഈ കേക്കച്ചനും മംഗളം ചാനലിനെ മുടിപ്പിച്ച, ശശീന്ദ്രനെ തേൻകണിയിൽ കൊടുക്കുവാൻ ശ്രമിച്ച ആ അജിത് കുമാർ അജന്താലയം എന്ന് പറയുന്ന ആ തേൻകണിക്കാരനോട് ചേർന്ന് സംയുക്തമായി ആവിഷ്കരിച്ച പരിപാടിയായിരുന്നു. മുട്ടിൻമരമരക്കാരൻ്റെ കൊടുത്താൽ അത് എറിക്കത്തില്ല എന്ന് മനസ്സിലാക്കിയാണ് ഇന്ന് തേൻകണി അജിത്തിനെ ഇപ്രകാരം ഒരു തേൻകണി ഇട്ടുകൊടുത്ത് രാഹുലിനിട്ട് വീണ്ടും പണിയാൻ നോക്കിയത്. പക്ഷേ വാർത്തയുടെ താഴെ വരുന്ന ഓരോ കമൻറ്റും നിങ്ങൾ നോക്കുക. i2 ന്യൂസ് നിങ്ങൾ നോക്കരുത്. മറ്റുള്ള ചാനലുകളിൽ വന്നേക്കുന്ന ബഹുഭൂരിപക്ഷം കമൻറ്റുകളും നാണം കെട്ട കേക്കച്ച, ഇപ്പോൾ ഞാനൊരു ബെറ്റ് വെക്കുകയാണ്, ഇവനൊരു മിനിമം 4 എണ്ണമെങ്കിലും അടിച്ചിപ്പോൾ ഇരിക്കുകയായിരിക്കും. കാരണം ആകെ തകർന്നിരിക്കുകയാണ്. കാരണം ഈ ഒരു അശരീരിയോടുകൂടി രാഹുൽ വീട്ടിൽ കയറി കഥ കടയ്ക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കേക്കച്ചൻ്റെ ചങ്ക് തകർന്നിരിക്കുകയാണ്. കാരണം രാഹുൽ നെഞ്ചും ഉയർത്തി മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു, അങ്ങനെ ഞാൻ പോകത്തില്ലടാ എന്ന് പറഞ്ഞ് പ്രതികരണം നടത്തി. നടത്തിയ ഈ നാണം കെട്ട ഈ അശരീരി ഏറ്റില്ല. ഈ തെൻകണിയും പൊളിഞ്ഞുപോയി. അജിത് കുമാർ അജന്താലയത്തിനെ ഇറക്കി നിന്ന് നടത്തിയ ആ പരിപാടി പാളി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് കേക്കച്ചൻ ഒരു മിനിമം 4 എണ്ണമെങ്കിലും, അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ളവർ ഒന്ന് വിളിച്ചു നോക്കുക, മിനിമം 4 എണ്ണമെങ്കിലും അടിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നു. ഇല്ല എന്ന് തെളിയിച്ചാൽ പറയുന്ന പണി ഞാൻ ചെയ്തു തരാം. ആകെ ചങ്ക് തകർന്നിരിക്കുമായിരിക്കാം. ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയം, ഒരു തീവട്ടിക്കൊള്ളയിൽ നിന്നും, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ നിന്നും ശ്രദ്ധ തിരിക്കുവാൻ ഈ നാണം കെട്ടവൻ നടത്തിയ ഈ കണ്ണന്തിരിവ് നിങ്ങൾ മനസ്സിലാക്കണം. കേരളത്തിലെ ജനങ്ങൾ അത്ര പൊട്ടന്മാരല്ല എന്ന് മനസ്സിലാക്കുക. കാരണം ഒരു ആശങ്കയുണ്ടായിരുന്നു, ഇപ്രകാരം ഒരു ഇക്കിളി ശബ്ദമോ അശരീരികളോ കേട്ട് കഴിഞ്ഞാൽ നല്ല ശതമാനം ജനങ്ങളും അതിനോടൊപ്പം പോകും, അതങ്ങ് ഏറ്റുപാടും. പക്ഷേ ഇന്ന് അതുണ്ടായില്ല. കാരണം കഴിഞ്ഞ 100 ദിവസമായി ഞങ്ങൾ നിരന്തരമായി ഈ വിഷയത്തിന് വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വിഷയത്തിന് വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കുവാൻ കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ്റെ അളിയനോ എൻ്റെ ചേട്ടനോ അല്ലെങ്കിൽ എനിക്ക് PR ചെയ്തതിന് ഫണ്ട് തരുന്ന എൻ്റെ അന്നദാതാവോ ഒന്നുമല്ല. അയാളെ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇത് പറയുന്നു, ഈ 100 ദിവസമായിട്ട് നടത്തുന്ന ഈ നാണം കെട്ട പരിപാടി എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ കേരളത്തിൻ്റെ ചരിത്രത്തിൽ പോലും ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു തേൻകണി പണിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരാളെ വ്യക്തിഹത്യ ചെയ്യുവാനുള്ള നാറിയ രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി ഇപ്രകാരം ഉമ്മൻചാണ്ടിയെ നശിപ്പിച്ചതുപോലെ വീണ്ടുമുള്ള ഒരു പണിയാണെന്ന് മനസ്സിലാക്കുക. പ്രിയമുള്ള കോൺഗ്രസ്സുകാരെ, നിങ്ങളിൽ ആർക്കെങ്കിലും ചോദിക്കാനുള്ള ഒരു നട്ടലുണ്ടോ? ഈ നാണം കെട്ട കോൺഗ്രസ് നേതൃത്വം ചോദിക്കുക, എടാ വാവളന്തന്മാരെ, എടാ കാവർക്കികളെ, നിനക്കൊക്കെ ഈ i2 ന്യൂസുകാരൻ പറഞ്ഞ ആ ചോദ്യം നിനക്കൊക്കെ ഒന്ന് കാണാതെ പഠിച്ചൊന്ന് ചോദിക്കാമോടാ എന്ന് ചോദിക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? ഞാൻ ആ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. എടാ, ഈ നാണം കെട്ട ഈ കോൺഗ്രസ് നേതാക്കന്മാർ ചോദിക്കേണ്ടുന്ന ഒരേ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഞങ്ങൾ 100 ദിവസം കാത്തിരുന്നു, ഞങ്ങളൊരു 10 ദിവസം കൂടി കാത്തിരിക്കാൻ തയ്യാറാണ്. പരാതിയുണ്ടെങ്കിൽ തെളിവടക്കം നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുക, നിങ്ങൾ മുന്നോട്ട് വരിക, നിങ്ങൾ പരാതി നൽകുക, പോലീസ് അന്വേഷിക്കട്ടെ, കോടതി വിധിക്കട്ടെ. കോടതി വിധിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അയാളെ പാർട്ടിയിൽ നിന്നും ഡിസ്മിസ് ചെയ്യും എന്ന് പറയുവാൻ ഉറപ്പുള്ള, തൻ്റെ ഇടമുള്ള, ബോധമുള്ള ഒരു നേതാവ് ഉണ്ടോടാ എന്ന് ചോദിക്കുക, ദയവായി ചോദിക്കുക. അല്ലെങ്കിൽ ഈ പഴയ ഈ പാൻറ്റിയും ഈ അടിപ്പാവാടയുമായി ഉമാർ വരുന്ന നിയമസഭ വരെ
തെരഞ്ഞെടുപ്പ് വരെ പോകും. ഇവന്മാർ ഈ കേരള സമൂഹത്തിൽ മൊത്തം ഇതിനെ ഇട്ട് അലക്കി നാറ്റിക്കും, നാണം കെടുത്തുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ വിലപ്പെട്ട സമയം ഇതിനു വേണ്ടി നഷ്ടപ്പെടുത്തുവാനുള്ളതല്ല. പക്ഷേ ITV ന്യൂസ് ഈ മിഷൻ 250 ആരംഭിച്ചത് ഇത്രയും നികൃഷ്ടനായ ഒരു നാണംകെട്ട ഈ രാഷ്ട്രീയ കേരളത്തിൽ ജീവിച്ചിരിക്കുവാൻ പോലും പാടില്ലാത്ത ഈ വൃത്തികെട്ടവനെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയാണ്. ഇവനെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ കെട്ടിവെച്ച കാശ് പോലും ലഭിക്കാതെ പൊട്ടിച്ചു കളയാൻ ജനങ്ങളെ പ്രാപ്തരാക്കുക, അവരെ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആ മിഷൻ 250യുടെ 41ാം ദിനം തന്നെ ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇതാ വീണ്ടും ഒരു അശരീരി വന്നു. ഇനി അടുത്ത അശരീരി വരും. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോട്ടിയായിരിക്കും, അതല്ലെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമായിരിക്കും. കാത്തിരിക്കുക. കാരണം ഈ നാണം കെട്ടവന്റെ ആവശ്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം ഒരു ലക്ഷ്യം, അതുപോലുള്ളൊരു മിടുക്കൻ, അവനെ കാണുന്നത് തന്നെ ഇവൻ അസൂയാണ്. ഈ നെട്ടൂർ ഒതുക്കീശന് ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് പിണറായിയുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് മേടിച്ചു. പിണറായിക്ക് മൂന്നാമതും തുടർഭരണം ഉണ്ടാക്കുവാൻ, ഈ പ്രസ്ഥാനത്തെ തകർന്നടിപ്പിക്കാൻ, ഇതിനെ നശിപ്പിച്ച് കളയുവാൻ, അടിവേരോടെ അറക്കുവാൻ ഇവൻ അച്ചാരം മേടിച്ചു കഴിഞ്ഞു. എന്നിട്ട് ഇവൻ നേരത്തെ ആന്റിസിപ്പേറ്ററി ബെയിൽ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. ഞാൻ വനവാസത്തിന് പോവും, എന്നെ പിന്നെ നിങ്ങളാരും കാണത്തില്ലെന്നത്. എടാ, ഏത് പട്ടിക്കാടാ നിന്നെ കാണുന്നത്? നിന്റെ മക്കൾക്കോ നിന്റെ ഭാര്യയ്ക്കോ പോലും നിന്നെ കാണാൻ ആഗ്രഹമുണ്ടാകുമോ? ഇല്ല. ഒരു പട്ടിക്ക് നിന്നെ കാണാൻ ആഗ്രഹമില്ല. നീ ഒരു ദിവസം മുമ്പേ ഈ രാജ്യം വിട്ടു പോവുക. നീ പോയാൽ ഇവിടെ ആർക്ക് പോയി? ദയവായി നീ ഈ പ്രസ്ഥാനത്തിൽ നിന്നും ഒന്ന് ഒഴിവായി ഈ പ്രസ്ഥാനത്തെ കരകയറ്റുക. നീ ഇല്ലാതായാൽ ഈ പ്രസ്ഥാനം രക്ഷപ്പെടും. ഇവിടുള്ള യുവനേതാക്കന്മാർ മുന്നോട്ട് വരട്ടെ, ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കട്ടെ, പ്രസ്ഥാനത്തെ നയിക്കട്ടെ. ഈ നാടിന് വേണ്ടുന്നത് ഇതുപോലെയുള്ള ചുറുചുറുക്കുള്ള നേതാക്കന്മാരെയാണ്. ഇതുപോലെയുള്ള സന്താന ഉൽപാദന ശേഷിയുള്ള, കഴിവുള്ള, ബലമുള്ള, ഉറപ്പുള്ളവനാണ്. നിന്നെപ്പോലുള്ള പിന്നാമ്പുറത്തുകൂടി പോയി പമ്മി പോകുന്ന മറ്റേ താരകപ്പെണ്ണ് പറയുന്ന പോലുള്ള അവന്മാരെ അല്ല ജനങ്ങൾക്ക് ആവശ്യം. ഇതുപോലെയുള്ള ഉറപ്പുള്ള ആണുങ്ങളെയാണ് ഈ കേരളത്തിന് ആവശ്യം. രാഹുലിനെ ജനങ്ങൾ നെഞ്ചിലേറ്റി കഴിഞ്ഞു. നീയൊക്കെ പോയി ഇതുപോലെ കണ്ടോ, നീ ഉണ്ടാക്കിയ ഈ പണി കൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ റോഡിൽ നാണം കെടുകയാണ്. ഇനി നിങ്ങൾ നോക്കുക, ശേഷിയില്ലാത്ത തകർന്നടിഞ്ഞ BJPക്ക് വീണ്ടും ഇതാ ഒരു ആവേശമുണ്ടായി. രാഹുൽ എന്ന് കേട്ടപ്പോൾ ഇവന്മാർ ഇതാ ഇന്ന് നടത്തിയ ഒരു പ്രകടനം കണ്ട ശേഷം തിരിച്ചു വരാം. എടാ നാണം കെട്ട കേക്കച്ച, നിന്റെ ഒറ്റ കന്നന്തിരിവ് കൊണ്ടല്ലേ ഈ പണി ഇന്നിവിടെ കേരളത്തിൽ നടന്നത്. BJPക്ക് ഇതിനൊരു അവസരം ഉണ്ടാക്കി കൊടുത്തത് ഈ വൃത്തികെട്ടവനാണെന്ന് പ്രിയമുള്ള ജനങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക. BJPയുടെ ആ പ്രകടനം കാണാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നിമിഷം പോലും MLA പദത്തിലിരിക്കാൻ യോഗ്യനല്ല എന്നത് വീണ്ടും തെളിഞ്ഞിരിക്കുക. ഉടനടി പാലക്കാടിന്റെ MLAയെ അറസ്റ്റ് ചെയ്യുവാൻ കേരള പോലീസ് തയ്യാറാവണം. ഇതുപോലുള്ള ഒരു സൈക്കോപാത്തിനെ ഇനി റോഡിൽ ഇറങ്ങി നടക്കാൻ അനുവദിച്ചുകൂടാ. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് രാഹുലിനെതിരെ ഇത്തരത്തിൽ നിരവധിയായ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും ശബ്ദ സന്ദേശവും ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ആ സമയത്ത് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വവും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ പരസ്യമായി രംഗത്ത് വന്നു നിന്നുകൊണ്ട് പറഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലഭിച്ചിരിക്കുന്ന പരാതി അതീവ ഗുരുതരമായ പരാതിയാണ്.
ആ പരാതി അതിന്റെ ഗൗരവത്തിൽ ഞങ്ങൾ എടുക്കുന്നു. ഒരു പിതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് ഉചിതമായ നടപടി എടുക്കുമെന്ന് സതീശൻ പറഞ്ഞിരുന്നു. തൊട്ടടുത്ത ദിവസം അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദത്തിൽ നിന്ന് രാജിവെക്കുകയുണ്ടായി. അതിനെ തുടർന്ന് കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ സമയത്തും അദ്ദേഹം കോൺഗ്രസിന്റെ പരിപാടികളിൽ സജീവമായിരുന്നു. പഞ്ചായത്ത് മെമ്പർമാരുടേതായ ഉൾപ്പെടെയുള്ള പരിപാടികളിലെ അദ്ദേഹം പങ്കെടുത്തു. ഒരു വശത്ത് VD സതീശൻ പറയുന്നു, ഞങ്ങളിത് കൂട്ടായി എടുത്ത തീരുമാനത്തിന് പ്രകാരമാണ് രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതെന്ന് പറയുന്നു. മറുവശത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെ രംഗത്ത് വന്നു നിന്നുകൊണ്ട് പറയുന്നു, രാഹുലിനെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല, അദ്ദേഹത്തിന് പ്രതിരോധം തീർക്കും, സംരക്ഷണം ഒരുക്കുമെന്ന് പറയുന്നു. നിരവധിയായ പരിപാടികളിലെ കോൺഗ്രസ് നേതൃത്വവും രാഹുലും ഒരുമിച്ച് നിരവധി പരിപാടികളിൽ പങ്കെടുത്തു. ഈ കഴിഞ്ഞ ദിവസം പാലക്കാടിന്റെ MP പറഞ്ഞു, അദ്ദേഹം UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പ്രചരണം നടത്തുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞു. കണ്ണാടി പഞ്ചായത്തിലെ കോൺഗ്രസിന്റെ യോഗത്തില് രാഹുൽ പങ്കെടുക്കുന്നു. പക്ഷേ ഞങ്ങൾക്കൊന്നേ ചോദിക്കാനുണ്ട്. നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് പ്രവർത്തിക്കാൻ യോഗ്യനല്ല എന്ന് കണ്ടുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നു. അതേ ആള് പാലക്കാട് MLA ആയി തുടരുന്നതിന് ആവശ്യമായ സംരക്ഷണവും ഒരുക്കുന്നു. പിന്നെ എന്തിനാണ് നിങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയത് എന്ന് വ്യക്തമാക്കുവാൻ കോൺഗ്രസിന്റെ നേതൃത്വം തയ്യാറാവണം. ഒരു വശത്ത് രാഹുലിനെ പുറത്താക്കിയെന്ന് പറയുന്നു, മറുവശത്ത് രാഹുലിന് ആവശ്യമായ സംരക്ഷണം നൽകുന്നു. ഇന്നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇനി രണ്ട്, ഈ വിഷയത്തിൽ തുടർച്ചയായി ഈ ശബ്ദരേഖ വന്നതിന് ശേഷം പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ നിരവധി തവണ ആവർത്തിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ശബ്ദരേഖ താങ്കളുടേതാണ് എന്ന് ചോദിച്ചു. അത് എന്റേതല്ല എന്ന് പറയുവാൻ പാലക്കാടിന്റെ MLA തയ്യാറായിട്ടില്ല. അതുമാത്രമല്ല, ഇത് തന്റേതല്ലെങ്കിൽ ഇത് പ്രചരിപ്പിച്ച ആളുകൾക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലോ കോൺഗ്രസ് പാർട്ടിയോ ആണ്. അല്പമെങ്കിലും മാനം ബാക്കിയുണ്ടെങ്കിൽ അദ്ദേഹം മാനനഷ്ടത്തിന് പോകണമായിരുന്നു. പക്ഷേ ആ വിഷയത്തിൽ ഒരു നിയമ നടപടി കൈക്കൊള്ളാൻ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. അങ്ങ് പത്തനംതിട്ടയെന്ന് നിൻ്റെയൊക്കെ നാട്ടിൽ പാലക്കാട്ട് വന്ന് നിന്ന് ജയിച്ച് മിന്നും വിജയം നേടിയ രാഹുൽ മാങ്കൂട്ടത്തിൽ, നീയൊക്കെ വെറും കിണയായതുകൊണ്ടല്ലേ, നിന്നെ ഒന്നും ഒരു പട്ടിക്കും വേണ്ടാത്തത് കൊണ്ടല്ലേ നിന്നെയൊക്കെ 3ാം സ്ഥാനത്തേക്ക് ജനങ്ങൾ തോപ്പിച്ച് കളഞ്ഞത്. എന്തൊക്കെ നിങ്ങൾ വിളിച്ചു പറഞ്ഞു, ഗർഭം കലക്കി, പെണ്ണുപിടിയൻ, എന്തൊക്കെ നീയൊക്കെ വിളിച്ചു പറഞ്ഞു. നീയൊക്കെ എത്ര കാറിക്കൂവി, എത്ര സമരം ചെയ്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു? രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് നീയൊന്നും കാല് കുത്തിക്കത്തില്ല എന്ന് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ കാലല്ല, എല്ലാം അവിടെ കുത്തി. രാഹുൽ ഇതാ ഇപ്പോൾ പാലക്കാട് നിറഞ്ഞു നിൽക്കുകയാണ്. രാഹുൽ ഇല്ലാതെ ഒരു പരിപാടി പോലും അവിടെ നടക്കത്തില്ല. കാരണം ഇന്ന് രാഹുലിന്റെ ഡേറ്റ് നോക്കിയിട്ടാണ് ഇന്നൊരു പരിപാടി നടക്കുന്നത്. കാരണം രാഹുൽ ആ പരിപാടിയിൽ പങ്കെടുത്താൽ അത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലേക്കുള്ള മാധ്യമ കവറേജ് കിട്ടും, ശ്രദ്ധേയമാവും. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ മണ്ഡലത്തിൽ നിന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. നീയൊക്കെ എന്തുമാത്രം കാറിപ്പൊളിച്ചു, ഗർഭം കലക്കി എന്ന് വിളിച്ചു. ഇന്ന് പെണ്ണുങ്ങൾ മത്സരിക്കുകയാണ്. നീയൊക്കെ കണ്ടില്ലേ, സിനിമാ നടികളടക്കം രാഹുലിനെ ചേർത്ത് പിടിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. നിനക്കൊന്നും കുരുപൊട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല. നിനക്കൊന്നും ഇല്ലാത്തത് എന്തോ രാഹുലിനുണ്ട്. രാഹുൽ അത് പ്രൂവ് ചെയ്തത് കൊണ്ടാണ് രാഹുലിനെ സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നത് എന്ന് ദയവായി നീയൊക്കെ മനസ്സിലാക്കുക. ഇതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്, ഇതൊന്നും തെറ്റല്ല. ഇതൊക്കെ പുരുഷന്മാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്രകാരം പരാതി ഉണ്ടെങ്കിൽ അശരീരി കൽപ്പിക്കാതെ പരാതി കൊടുക്കൂ. അദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ കോടതി അദ്ദേഹത്തെ ശിക്ഷിക്കട്ടെ. നീയൊക്കെ കിടന്ന് നിലവിളിച്ചിട്ടോ കുരുപൊട്ടിക്കിട്ടോ കാര്യമുണ്ടോ? ഇത് ഞാൻ ചോദിക്കേണ്ടുന്ന ചോദ്യമായിരുന്നില്ല. ദയവേത് ഇത് ചോദിക്കേണ്ടിയിരുന്നത്
ഈ പ്രതിപക്ഷ നേതാവും ഈ അരമനക്കുണ്ടനും ഒക്കെ ആയിരുന്നു ഇത് ചോദിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇവന്മാർ അവിടെ വായും മൂടി കുനിഞ്ഞു നിൽക്കുകയാണ്. കാരണം പിണറായി വിജയൻ്റെ കയ്യിൽ നിന്നും അച്ചാരം വാങ്ങി മൂന്നാമതും അദ്ദേഹത്തിന് തുടർഭരണത്തിനുള്ള അവസരം ഒരുക്കി കൊടുക്കാമെന്നും പറഞ്ഞ് മേടിച്ചതുകൊണ്ട് ഇവന്മാർക്ക് കുനിഞ്ഞു നിന്ന് കൊടുത്തേ പറ്റത്തുള്ളൂ. ഇതൊന്നും ആണുങ്ങളെ പോലെ ഞങ്ങൾ സംസാരിക്കുന്നത് പോലെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ആംബിയർ ഇവന്മാർക്കില്ല. കാരണം ഇവനൊക്കെ മേടിച്ച് നക്കിക്കഴിഞ്ഞു. പിണറായിയുടെ ഇലയെ നക്കി, പിന്നെ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തു കൊടുത്തിട്ട് കുനിഞ്ഞു നിൽക്കുന്ന ഇവനൊക്കെ എങ്ങനെ മുഖത്ത് നോക്കി ഞങ്ങൾ ചോദിക്കുന്ന പോലെ ചോദിക്കും? പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കുക, ഒരു നിസാര പ്രശ്നം ഒരൊറ്റ വാക്കിൽ ഒരു മിനിറ്റിൽ താഴെയുള്ള ഒരു ഉറച്ച ശബ്ദത്തോടുകൂടി പറഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നമാണ് വലിച്ചു നീട്ടി ഈ 100-ാം ദിവസവും വലിച്ചു നീട്ടിക്കൊണ്ടുപോകുന്നതും. ഇവന്മാരുണ്ടാക്കി ഈ വയ്യാവേലി കൊണ്ട് ഇവന്മാർ സ്വയം കുഴിയിൽ വീഴുന്നു, ഈ പ്രസ്ഥാനത്തെ കുഴിയിൽ വീഴ്ത്തുന്നു, ഈ പ്രസ്ഥാനത്തെ നാണം കെടുത്തുന്നു, ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ ആകെ സമയം കളയുന്നു. വീണ്ടും പിണറായി വിജയന് തുടർഭരണത്തിനുള്ള ഒരു അവസരം ഇവന്മാർ ഉണ്ടാക്കുന്നു. 1 മിനിറ്റിൻ്റെ ഒരു വാക്ക്. ഞാൻ വീണ്ടും അത് ആവർത്തിക്കുകയാണ്. പരാതിക്കാർക്ക് ഞങ്ങൾ വീണ്ടും 10 ദിവസം നൽകും. നിങ്ങൾ പരാതിയും തെളിവുകളുമടക്കം പോലീസിന് കൊടുക്കുക. പോലീസ് അന്വേഷിക്കട്ടെ, കോടതി ശിക്ഷ വിധിക്കട്ടെ. രാഹുലിനെ തെറ്റുകാരനെന്ന് കണ്ടാൽ ഞങ്ങൾ ഈ പാർട്ടിയിൽ നിന്നും ഡിസ്മിസ് ചെയ്യും. അതുപോലെ ഒരുത്തനും മിണ്ടരുത്. നാണം കെട്ടവന്മാരെ, നിന്റെയൊക്കെ പാർട്ടിയിലെ പെണ്ണുപിടുത്തക്കാരന്മാരുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ചവന്മാരുടെ സർട്ടിഫൈഡ് ആഭാസന്മാരുടെ ഓരോരുത്തൻ്റെയൊക്കെ ശബ്ദരേഖ പുറത്തു വരുന്നത് കേട്ടാൽ തൊലി പൊളിയുന്ന സൈസ് ശബ്ദരേഖകൾ ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ഥാനത്ത് രാഹുലിനെതിരെ ഇപ്രകാരമുള്ള ശബ്ദരേഖ വന്നു എന്നും പറഞ്ഞ് കാറിക്കൂവുന്ന നാണംകെട്ട മാപ്രകളെ, നിനക്കൊക്കെ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ചോദിക്കാമോ? അയ്യന്റെ സ്വർണം കട്ട മോനെ, എന്തുകൊണ്ടാണ് നീ പാർട്ടിയിൽ സൂക്ഷിക്കുന്നത്, സംരക്ഷിക്കുന്നത്? എന്തുകൊണ്ട് സസ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കാനുള്ള നാക്ക് നിന്റെയൊക്കെ വായിലുണ്ടോ? നാണം കെട്ടവനെ, നീയൊക്കെ വെറും ഈ മരമുറി കൊള്ളക്കാരന്മാരുടെയും ഈ മയക്കുമരുന്നുകാരൻ്റെയും വേശ്യാലയ നടത്തിപ്പുകാരൻ്റെയും ഒക്കെ അവൻ്റെ കള്ളപ്പണം കൊണ്ടുണ്ടാക്കിയ ഈ ചാനലുകളിൽ വന്നിരുന്ന് അവൻ്റെ ഒക്കെ തരുന്ന എല്ലും കഷ്ണം നക്കിയിട്ട് വെറും മാധ്യമ വേശ്യപ്പണി ചെയ്യുന്ന നിന്നെ പോലെയൊക്കെയുള്ള ഈ നാണം കെട്ടവന്മാർ ഇതുപോലെയുള്ള വിഷയങ്ങളിൽ ഇടപെട്ട് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ച്, എന്നാൽ യഥാർത്ഥ വിഷയങ്ങളിൽ പ്രതികരിക്കാതെ ആളുകളുടെ കാഴ്ചയെ മറയ്ക്കുന്ന, മൂടലുണ്ടാക്കുന്ന നാണം കെട്ടവന്മാരെ നീയൊക്കെ ദയവ് ചെയ്ത് ഈ പടി നിർത്തി വേറെ വല്ലോ പണിക്കും പോവുക, കൂട്ടിക്കൊടുപ്പ് പണിക്കും പോവുക. രാഹുലിനെ പോലെയുള്ള ആ ചെറുപ്പക്കാരെ നമ്മുടെ നാടിന് ആവശ്യമാണ്. ഇതുപോലെയുള്ള നേതാക്കന്മാർ അവരെ ഇതുപോലെയുള്ള തേൻകണിയിൽപ്പെടുത്തി നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഈ കഴിവുകെട്ട ഈ കേക്കച്ചനെയൊക്കെ സൂക്ഷിക്കുക. ഈ വിഷയം, രാഹുൽ വിഷയം വലിച്ചു നീട്ടിക്കൊണ്ടുപോയി ഇനിയും ഇതുപോലെ അലക്കുവാൻ ജനങ്ങളെ നിങ്ങൾ സമ്മതിക്കരുത്. ഇതിനെ അർഹിക്കുന്ന അവജ്ഞയോടെ ഈ വിഷയത്തെ നിങ്ങൾ തള്ളിക്കളയണം. പക്ഷേ നമ്മൾ മിഷൻ 250 സധൈര്യം മുന്നോട്ട് പോകും. ഇപ്രകാരമുള്ള അശരീരികൾ പുറത്തുവിട്ട് രാഹുലിനെ ഇരട്ടാൻ നോക്കുന്ന, അതല്ലെങ്കിൽ ഇത്തരം ഈ ക്യാമ്പയിനുകളെ പൊളിക്കുവാൻ നോക്കുന്ന നാണം കെട്ടവന്മാരെ നിന്റെയൊക്കെ മുഖത്ത് നോക്കി ഞങ്ങൾ പറയുന്നു, ഈ മിഷൻ 250 ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. നിന്റെ മണ്ഡലത്തിൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ പൊട്ടിക്കുന്ന ആ ദിനം വരെ ഞങ്ങളിത് തുടരും. കാരണം നീയൊന്നും ഈ രാഷ്ട്രീയ കേരളത്തിന് പറ്റിയവന്മാരല്ല, ഈ ഭൂമുഖത്ത് തന്നെ ജീവിച്ചിരിക്കാൻ പറ്റാവുന്നവന്മാരല്ല എന്ന് ജനങ്ങൾ തിരിച്ചറിയണം. അതിനുവേണ്ടിയാണ്. അതുകൊണ്ട് i2i ന്യൂസ് റിയാക്ട് 4 ലൈറ്റിലേക്ക് ഇന്നു മുതൽ നിങ്ങൾക്ക് വീണ്ടും ശക്തിയായി പ്രതികരിച്ചു തുടങ്ങാം. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കുക, സകല മാധ്യമങ്ങളും, ഈ സിൻഡിക്കേറ്റ് മാധ്യമങ്ങളും, ഈ കേക്കച്ചൻ്റെയും ഈ നാണംകെട്ടവന്മാരുടെയും കള്ളപ്പണം മേടിച്ച് നിൽക്കുന്ന സകല മാധ്യമങ്ങളും ഈ വിഷയത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കുകയാണ്. വീണ്ടും ജനങ്ങളുടെ ശബ്ദമുയരണം രാഹുലിനു വേണ്ടി. കാരണം രാഹുൽ കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കുന്നത് വരെ അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. പ്രിയമുള്ളവരെ, ലോകമെമ്പാടും എന്നെ ശ്രമിക്കുന്ന i2 ന്യൂസിൻ്റെ പ്രേക്ഷകരെ, രാഹുലിനെ സ്നേഹിക്കുന്ന അമ്മമാരെ, നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ശബ്ദം ഉയർത്തണം. അവസരം വന്നു കഴിഞ്ഞപ്പോൾ ഈ 100 ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഈ നാണംകെട്ട കേക്കച്ചൻ വീണ്ടും ഇതാ ഈ കോൺഗ്രസിനെ നശിപ്പിക്കുവാൻ വേണ്ടി, പിണറായിക്ക് തുടർഭരണം ഒരുക്കുവാൻ വേണ്ടി, രാഹുലിനെ ഇല്ലാതാക്കുവാൻ വേണ്ടി വീണ്ടും ഇതാ അശരീരിയുമായി ഇറങ്ങിയിരിക്കുകയാണ്. അവനെ വീണ്ടും നശിപ്പിക്കുവാൻ നോക്കുകയാണ്. അവനെ എങ്ങനെയെങ്കിലും മനസ്സുമടുപ്പിച്ച് ആത്മഹത്യ ചെയ്യിപ്പിക്കുകയാണ് ഇവന്മാരുടെ ലക്ഷ്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് രാഹുലിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരേണ്ടുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം ആ ശബ്ദം വീണ്ടും മുഴങ്ങണം. i2i ന്യൂസ് റിയാക്ട് 4 കാത്തിരിക്കുന്നു നിങ്ങളുടെ പ്രതികരണങ്ങൾക്ക് വേണ്ടി. വീണ്ടും ശക്തമായി നിങ്ങൾ പ്രതികരിക്കുക, രാഹുലിന് വേണ്ടി മുറവിളി കൂട്ടുക, ശബ്ദിക്കുക. പ്രിയപ്പെട്ട
പാലക്കാട്ടെ ജനങ്ങളെ, നിങ്ങൾ രാഹുലിനെ കൈവിടരുത്, രാഹുലിനെ ചേർത്ത് പിടിക്കുക. നിങ്ങൾ രാഹുലിനോടൊപ്പം ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കുക. ഇത്തരം ആരോപണങ്ങളൊക്കെ ഒരു 24 മണിക്കൂറിൻ്റെ പോലും ആയുസ്സില്ലാതെ അത് എരിഞ്ഞടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ മിഷൻ 250 നമ്മൾ തുടരും. ഒരേ ഒരു ലക്ഷ്യത്തോടെ നമ്മളത് ശക്തമായി മുന്നോട്ട് പോകും. രാഹുലിന് സകലവിധ പിന്തുണയും നമ്മൾ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ലക്ഷ്യം ഒരേ ഒരു ലക്ഷ്യം മാത്രം, ഈ നാരത്തരം കാണിച്ച ഈ കേക്കച്ചനെ ഒറ്റപ്പെടുത്തുക, ഇവനെ രാഷ്ട്രീയ വനവാസത്തിന് വിടുക. അതാണ് നമ്മുടെ ഏക ലക്ഷ്യം. ഇവൻ വീണ്ടും ഇതുപോലുള്ള പല തട്ടിപ്പ് തരികട പരിപാടികളുമായി, ഇതുപോലെ തേൻകണി പണികളുമായി അവൻ വീണ്ടും വരും. ജാഗ്രതയോടെ നമ്മൾ കാത്തിരിക്കുക. രാഹുലിൻ്റെ കരങ്ങൾക്ക് ശക്തി വരിക. ഇവന്മാർ രാഹുലിനെ ആ പ്രസ്ഥാനത്തിൽ എടുക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പിണറായിക്ക് വീണ്ടും തുടർഭരണം ഒരുക്കുവാനും ആവശ്യങ്ങൾ വരുമ്പോൾ ശ്രദ്ധ തിരിക്കാനും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇത് വലിച്ചു നീട്ടിക്കൊണ്ടുപോകാനുമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിനകത്ത് യാതൊരു വിഷയവുമില്ല. ഈ കേസ് നിൽക്കത്തില്ല, രാഹുലിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഇവന്മാർക്ക് കൃത്യമായ ബോധമുള്ളത് കൊണ്ടാണ് രാഹുലിനെതിരെ ഇവന്മാർ എടുത്ത നടപടി പിൻവലിക്കാത്തത്. ഇവന്മാരുടെ കയ്യിൽ ഇതുപോലുള്ള ചില അശരീരി ശബ്ദ സന്ദേശങ്ങൾ വെച്ചുകൊണ്ടാണ് ഇവന്മാർ കാത്തിരിക്കുന്നത്. കഴുകനെ പോലെ കാത്തിരിക്കുകയാണ്. പക്ഷേ ജനങ്ങൾ സത്യം മനസ്സിലാക്കി കഴിഞ്ഞു, ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് നാം ഇന്ന് കേട്ട ഈ അശരീരിയുടെ പിന്നിൽ ഈ നെട്ടൂർ കേക്കച്ചനും പഴയ തേങ്കണി അജിത്തുമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കുക. ഇനിയും ഇതുപോലുള്ള എഫേർട്ടുകളുമായി ഉമ്മാർ വീണ്ടും വരുമെന്ന് മനസ്സിലാക്കുക. i2 ന്യൂസ് റിയാക്ട് 48 പ്രതികരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് 9746114444 എന്ന താഴെ സ്ക്രോൾ ചെയ്യുന്ന ആ നമ്പറിൽ വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങൾ സശ്രദ്ധം കേൾക്കും. അതുപോലെ എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ശബ്ദ സന്ദേശമായി ആ നമ്പറിൽ തന്നെ വാട്സപ്പായി അയക്കാം. വരും ദിവസങ്ങളിൽ നമ്മൾ വീണ്ടും ശക്തമായി ജനങ്ങളുടെ ആ പിന്തുണയും പ്രതികരണവും i2 ന്യൂസിലൂടെ നമ്മൾ ലോകത്തിൽ കേൾപ്പിക്കും. രാഹുലിന് നിങ്ങളുടെ സർവാത്മ പിന്തുണയും കൊടുക്കേണ്ടുന്ന സമയമാണിത്. ഇനി i2 ന്യൂസ് റിയാക്ട് 48 ജനങ്ങളുടെ പ്രതികരണങ്ങൾ. ചേട്ടാ നമസ്കാരം. സുനിൽ ചേട്ടാ ഇതേ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു പുതിയ വാർത്ത ഇന്ന് വന്നേക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. എന്റെ ബലമായ സംശയം ഇത് കേക്കച്ചൻ തന്നെ ചെയ്ത പരിപാടിയാണോ എന്ന് ഡൗട്ടുണ്ട്. കാരണം രാഹുൽ ഇപ്പം പൊതുരംഗത്ത് നല്ല രീതിയിൽ പാലക്കാട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതിന് അസൂയയും എല്ലാം മാര് തന്നെ ഓരോ ഗ്രൂപ്പിലുള്ളവന്മാരെ ടീം ഈ കോൺഗ്രസിൽ തന്നെ ഉള്ളവന്മാർ ചെയ്ത പണിയായിരിക്കാം ഇത്. അല്ല വേറെ ഒന്നുമല്ല, ഈ കേക്കച്ചനും ടീമുകളും ചെയ്തതായിരിക്കും. രാഹുൽ വീണ്ടും പൊതുരംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞ യുവമാർക്ക് നിക്കക്കള്ളിയില്ലല്ലോ, അതിനുവേണ്ടി ചെയ്ത പണിയായിരിക്കാം മേ ബി. അത് തന്നെ, ഒരു സംശയമില്ല. പുതിയ വാർത്ത, ഇത്ര നാളില്ലാത്ത വാർത്ത. ഇപ്പൊ രാഹുലിനെ വീണ്ടും ഒന്ന് സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി ചെയ്ത ഒരു പണിയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സാറേ ഇത് കേക്കച്ചനും കമ്മികളും കൂടെ ഉള്ള പരിപാടിയാണ്. ഈ പെണ്ണിനെ പൊക്കണം. ഈ പെണ്ണ് മുമ്പ് പറഞ്ഞ പെണ്ണിന്റെ സൗണ്ടല്ല ഈ പെണ്ണിന്റെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.